ഗുഡ് മോർണിംഗ്. ഹലോ, ഹായ് ഗുഡ് മോർണിംഗ്. തെൻസിത്ത എന്ന് വിളിക്കുന്നുണ്ട്. ഹായ് ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ മഴയത്തെന്ന് പറയുന്നുണ്ട്. അതേ, രാവിലെ തന്നെ മഴയത്താണല്ലോ ലൈവ് ഇടേണ്ടത്. ഉണ്ണി ഹലോ 3D കുട്ടി, അപ്പോഴല്ലേ ലൈവ് ഇടേണ്ടത്? ഉണ്ണി ഡേയ്സ് വന്നിട്ടുണ്ടല്ലോ. ഹായ് ഉണ്ണിമുത്തേ ടീച്ചറെ, എന്താണ് വിശേഷം? സുഖമാണോ? ഗുഡ് മോർണിംഗ് ടീച്ചർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മുത്തേ എന്ന് പറയുന്നുണ്ട്. പണി തിരക്കാണല്ലേ? യെസ്, പണി തിരക്കാണ് മുത്തേ. ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയോ? റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട് നമ്മുടെ ടീച്ചർ. ടീച്ചറിൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞോ? ഇപ്പോൾ എല്ലാം ജോലിയെല്ലാം കഴിഞ്ഞിപ്പോൾ ഓക്കെയാണോ ടീച്ചറെ? പറയൂ. 3D എന്തുണ്ട് വിശേഷം? സുഖമാണോ? ഉണ്ണിക്കെല്ലാം മാറിയോ? വയ്യായിയൊക്കെ മാറിയോ ഉണ്ണിക്ക്? എല്ലാവർക്കും ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട് കേട്ടോ ടീച്ചർ. ടീച്ചർ മുത്തേ, ടീച്ചർ മുത്തേ സുഖമാണോ? ലൈവ് കേൾക്കുന്നുണ്ടായിരുന്നില്ലേ നിങ്ങൾക്ക്? 3D ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ മഴയത്തെന്ന് പറയുന്നുണ്ട് 3D. പണിത്തിരക്കാണെന്ന് പറയുന്നുണ്ട്. പണിത്തിരക്കാണ് മുത്തേ. ഇപ്പോൾ ഓക്കെ ആണല്ലേ? സൗണ്ട് ഉണ്ടായിരുന്നില്ല, അതാണ് ഉണ്ടായിരുന്നത്. ഞാൻ കുറേ സംസാരിച്ചു, പക്ഷേ സൗണ്ട് കുറവായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് കേൾക്കാതിരുന്നത്. സുഖമാണ് എന്ന് പറയുന്നുണ്ട് നമ്മുടെ ടീച്ചർ. ജോലിയെല്ലാം കഴിഞ്ഞോ ടീച്ചറെ? ജോലിയൊക്കെ കഴിഞ്ഞോ? സുഖമാണ്. ചായ കുടിച്ചു. ചായ കുടിച്ചു അല്ലേ? ഇവിടെ ചായ കുടിച്ചിട്ടില്ല. ചായ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. സെറ്റാണ്. ഇഡ്ഡലിയാണ് കേട്ടോ ഇന്ന്. ഇഡ്ഡലി ചട്നിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നു. ഓ അങ്ങനെ. ചായ കുടിച്ചു. കട്ടൻ ചായ കുടിച്ചു അല്ലേ? സുലൈമാനി കുടിച്ചു. കട്ടൻ ചായ കുടിച്ചു എന്ന് പറയാം അല്ലേ? ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. ഓക്കെ, നമ്മൾ ചായ കുടിക്കാൻ പോകുന്നേ ഉള്ളൂ കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാണ്. മക്കൾസ് എണീറ്റിട്ടില്ല. എണീക്കുമ്പോൾ കുറച്ച് ലേറ്റ് ആവും, അപ്പോൾ അതിന് ശേഷമേ കുടിക്കാറുള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നു. ഇന്ന് എന്താ ബ്രേക്ക്ഫാസ്റ്റ് ടീച്ചറിന്? ഇന്ന് ടീച്ചറിൻ്റെ ലൈവിൽ ഇന്നലെ ഒന്നും വരാൻ പറ്റിയിട്ടില്ല കേട്ടോ. സോറി, ഞാൻ ഇന്ന് വരണ്ടേ. മോളുള്ളതുകൊണ്ട് കുറച്ച് തിരക്കായിപ്പോയി. മോള് 2 ദിവസത്തെ ലീവിന് വന്നതാണ്, അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് ബിസി ആയിപ്പോയി. കാലി ചായ കുടിച്ചതാണല്ലേ? ഇവിടെ കളിയാക്കുന്നു. ഇവിടെ കളിയാക്കുന്നല്ല, കളി കാണുന്നു. ആണോ? കളി കണ്ടുകൊണ്ടിരിക്കുന്നതാണല്ലേ? കളി കണ്ടുകൊണ്ടിരിക്കുകയാണ്. സാരമില്ല മുത്തേ. അതെ, സ്പെല്ലിംഗ് അക്ഷരം തെറ്റി. രാവിലെ തന്നെ അക്ഷരം തെറ്റിച്ച് വായിക്കുകയാണല്ലേ? ഇന്ന് ലൈവിൽ വരാം കേട്ടോ. ഇന്ന് എന്തായാലും ലൈവിൽ വരാമേ. എത്ര മണിക്ക് ഇടുന്ന ലൈവ്? രാവിലെ ഇടാറുണ്ടോ? ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്തതാണ്, പുതിയ ചാനലല്ലേ, അപ്പോൾ രാവിലെ കുറച്ച് നേരം അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. 1 അവർ മാത്രം, ഒരു 8 to 9 വരെ. പക്ഷെ ഇന്ന് 8 മണി കഴിഞ്ഞിട്ടാണ് ഞാൻ ലൈവ് ഇട്ടത്. 8 to 9 വരെയാണ് കേട്ടോ. രാവിലെ ഇടാറില്ല. പിന്നെ
പഴയ ചാനലിൽ ഇടാറുണ്ടായിരുന്നു കേട്ടോ. പഴയ ചാനലിൽ നമ്മൾ നന്നായിട്ട് ലൈവ് ചെയ്യാറുണ്ട്. പക്ഷേ അതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്തിട്ടിരിക്കുകയാണ്. അതൊന്നും ഓക്കെ ആയിട്ടില്ല. വെയിറ്റിംഗ് പറഞ്ഞിട്ടുണ്ട്. സെൽവം ഹായ്, ഗുഡ് മോർണിംഗ് സെൽവം, ഗുഡ് മോർണിംഗ്. ലൈക്ക് നമ്പർ 3. ഓക്കെ, താങ്ക് യു സെൽവം. സെൽവം ഹായ്. സെൽവം ഫസ്റ്റ് ടൈം ആണോ നമ്മുടെ ലൈവിൽ? വെൽക്കം വെൽക്കം സെൽവം. ഞാൻ രാവിലെ കുറിച്ചിടും എന്ന് പറയുന്നുണ്ട്. രാവിലെ കുറിച്ച് കഴിഞ്ഞ് ഞാൻ വരാൻ കേട്ടോ. എനിക്കറിയാലോ, സമയം അറിയാലോ. ലക്കി അസ്റ്റ ഹായ്. ലക്കി ഹായ്, ഗുഡ് മോർണിംഗ് ലക്കി. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ലക്കി ഗുഡ് മോർണിംഗ്. മീ ഓൾസോ ഫസ്റ്റ് ടൈം ആണെന്ന് പറയുന്നുണ്ട്. ആണോ ഫസ്റ്റ് ടൈം? വെൽക്കം വെൽക്കം ലക്കി, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമായിരിക്കുന്നോ? ചായ കുടിച്ചോ ലക്കി? മഴ വാട്ടർ ടാങ്ക് ഫീൽ ഗുഡ് ആൻഡ് ദി ബാക്ക്ഗ്രൗണ്ട് പറയുന്നുണ്ട് കേട്ടോ. താങ്ക് യു, സോ ലക്കി യു ആർ എന്ന് പറയുന്നുണ്ട്. എവിടെയാണ് ഇപ്പോൾ? പുറത്താണോ ലക്കി? ഇപ്പോൾ പുറത്താണോ എന്ന് വെച്ചാൽ നാട്ടിലല്ല, പുറത്താണോ? ഗൾഫിലാണോ? നോ, ഇവിടെ 6:30 ആവുന്നേ ഉള്ളൂ. ഗുഡ് മോർണിംഗ് ടെൻസി എന്ന് പറയുന്നുണ്ട്. ഷീജ ഹായ്, ഗുഡ് മോർണിംഗ് ഷീജ, ഗുഡ് മോർണിംഗ്. ലൈക്ക് നമ്പർ 4. താങ്ക് യു ഡാ, താങ്ക് യു താങ്ക് യു. ലക്കി ഇപ്പോൾ പുറത്താണോ? പുറത്തെന്ന് വെച്ചാൽ നാട്ടിലല്ല, വിദേശത്താണോ? അതുകൊണ്ടാണ്. ചൂടാണോ അവിടെ? അതുകൊണ്ടായിരിക്കും ഇങ്ങനെ പച്ച നിറം, പച്ചപ്പ് കാണുമ്പോൾ ഭയങ്കരമായിട്ട് മൈൻഡ് ഫീലാവുന്നതല്ലേ? എനിക്ക് തോന്നി മഴ പെയ്യുന്ന സമയം കാണുമ്പോൾ ശരിക്കും നമ്മൾ പ്രവാസികൾക്ക് ഇപ്പോൾ ശരിക്കും വല്ലാത്ത ഫീലായിരിക്കും. ഷീജ മോളെ എന്താ വിശേഷം? സുഖമായിരിക്കുന്നു. ഖുറേഷി വേൾഡ് ഹായ്, ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട് ഖുറേഷി. ഖുറേഷി ഗുഡ് മോർണിംഗ്. യെസ്, ഐ ആം ഔട്ട്സൈഡ് ഓഫ് ഇന്ത്യ. യെസ്, അവിടെ ഭയങ്കര ചൂടാണല്ലേ ഇപ്പോൾ? ചൂടാണല്ലേ? ആ ചൂട് ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും അല്ലേ? മൈൻഡ് ഫ്രഷ് ആവുന്നുണ്ടാവും ഇങ്ങനെ ഒരു കാഴ്ച അല്ലേ? കരയുന്നുണ്ട്. കരയുണ്ട മുത്തേ, എല്ലാം ശരിയാവും. സുഖമാണോ എന്ന് ചോദിക്കുന്നുണ്ട് ഖുറേഷി. ഖുറേഷി സുഖമായിരിക്കുന്നു. ഖുറേഷിക്ക് സുഖമാണോ? ആദ്യമായിട്ടാണോ നമ്മുടെ ലൈവിൽ വരുന്നത്? വെൽക്കം. ആദ്യമായിട്ട് വരുന്നവരൊക്കെ ഒന്ന് സബ് ചെയ്തിട്ട് വരണം കേട്ടോ. ഒന്ന് ലൈക്ക് അടിക്കണേ. നമ്മൾ തിരിച്ച് കുറച്ച് കഴിഞ്ഞ് സബ്ബാക്കാം. ഓർമ്മിപ്പിക്കല്ലേ പ്ലീസ് എന്ന് പറയുന്നുണ്ട്. ഇല്ല, ഓർമ്മിപ്പിക്കുന്നില്ല. എന്നാലും നിങ്ങളുടെ ആ സന്തോഷത്തിനായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കാഴ്ച നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. എന്താ, മനസ്സൊന്ന് കുളിർക്കാൻ വേണ്ടിയാണ് ഈ കാഴ്ച കാണിച്ചു തരുന്നത്. അതേലോ എന്ന് പറയുന്നുണ്ട്. ആണല്ലേ, ഫസ്റ്റ് ടൈം ആണല്ലേ ഖുറേഷി? വെൽക്കം വെൽക്കം മൈ ലൈവ്. ഗുഡ് മോർണിംഗ് മൈ റൂഹ് എന്ന് പറയുന്നുണ്ട് ഖുറേഷി. സുഖമാണോ മൈ റൂഹ് എന്ന് പറയുന്നുണ്ട് ഖുറേഷി. സുഖമായിരിക്കുന്നു. എന്നോടാണോ റൂഹ് എന്ന് വിളിച്ചത്? എന്നെയാണോ? എന്നെയാണെങ്കിൽ ഇവിടെ സുഖമായിരിക്കുന്നു. റൂഹ് എത്ര ദിവസമായി കണ്ടിട്ട് എന്ന് പറയുന്നുണ്ട്. റൂഹ് റൂഹ് എന്ന് വിളിക്കുന്നത് ആരെയാണ്? ഖുറേഷി അല്ല എന്ന് പറയുന്നുണ്ട്. ആരെയാണ്? എന്നെയല്ല അല്ലേ? ഓ, നമ്മുടെ ഷീജാനെയാണോ? ഷിജ റൂഹ് ആണ് അല്ലേ? ഷിജ ലൈവ് ഇടുന്നുണ്ടല്ലേ ഷിജ? ഞാൻ ഇന്നലെ അങ്ങനെ വന്നിരുന്നല്ലോ ഷിജയുടെ ലൈവിൽ.
കോയി പറയുന്നുണ്ട്, നമ്മുടെ ഹായ് പറയുന്നുണ്ട്, കോയി പറയുന്നുണ്ട്. എന്താ ക്ലിഞ്ചോ പ്ലിഞ്ചോ ഹായ് ക്ലിഞ്ചോ. ഖുറേഷി പറയുന്നുണ്ട്, അതെന്താ റൂഹ് നമ്മളെ കാണാൻ എന്ന് പറയുന്നുണ്ട്. സെൽവം സബ്സ്ക്രൈബ്. ഓക്കെ, താങ്ക് യു സെൽവം, താങ്ക് യു. ക്ലിഞ്ചോ സുഖാണോ എന്ന് ചോദിക്കുന്നുണ്ട്. സുഖാണ് കേട്ടോ ക്ലിഞ്ചോ. ഷീജ വന്നിരുന്നു തെൻസി എന്ന് പറയുന്നുണ്ട്. അതേ മൊത്തം എനിക്ക് ഓർമ്മയുണ്ടടാ. ഓയിസ് റൂഹ് എന്ന് ചോദിക്കുന്നുണ്ട് ലക്കി. റൂഹ് ആരാണ്? റൂഹിനെ ഇവിടെ കാണാനില്ല, അതുകൊണ്ടാണ് ഞാൻ ആരാ റൂഹ് എന്ന് ചോദിച്ചത് കേട്ടോ. റൂഹ് എന്ന് പറയുന്നുണ്ട്, പക്ഷേ റൂഹ് ആരാണെന്ന് കാണാനില്ല, ഇവിടെ കാണാനില്ല. ചിലപ്പോൾ ആരെങ്കിലും പേഴ്സണൽ വിളിക്കുന്ന നെയിം ആയിരിക്കാം റൂഹ് എന്ന്, അതുകൊണ്ടായിരിക്കും റൂഹ് എന്ന് പറഞ്ഞിട്ടുണ്ടാവുക. റൂഹെ തിരക്കായി പോയി എന്ന് പറയുന്നുണ്ട്. ഓ, നമ്മുടെ ഖുറേഷിനെയാണോ റൂഹ് എന്ന് പറയുന്നത്? ക്ലിഞ്ചോ കൂയ് ഓൾ പറയുന്നുണ്ട്. ഹായ് ക്ലിഞ്ചോ ഓൾ. കൂയ് ഹായ് കൂയ്. ഷീജ എന്ന് കാണുന്നില്ലേ, അതാണ് എൻ്റെ റൂഹ്. ആണോ? അത് അറിയണ്ടേ ഷീജ റൂഹ് എന്ന് പറയണ്ടേ, അല്ലെങ്കിൽ നമ്മൾ തെറ്റിദ്ധരിച്ചു. ആരെയാണെന്ന് അറിയില്ലല്ലോ. ഇനി എന്നെയാണോ റൂഹ് എന്ന് വിളിക്കുന്നത്? എനിക്കറിയില്ല, നിങ്ങൾ എങ്ങനെ വിളിച്ചതാണോ എന്നറിയില്ലല്ലോ, അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. സഹോദരിയാണോ സഹോദരനാണോ എന്നറിയില്ല. എന്തായാലും നമുക്ക് മനസ്സിലായില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. ഷീജ ചിരിക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചു രാവിലെ തന്നെ എന്നെ റൂഹാക്കിയതാണോ എന്ന് വിചാരിച്ചു. സ്നേഹത്തോടെ റൂഹയെന്ന് വിളിക്കുന്ന ആൾക്കാരില്ലേ, അങ്ങനെ വിളിച്ചതാണോ എന്ന് വിചാരിച്ചു. ഖുറേഷി പറയുന്നുണ്ട്, സഹോദരിയാണോ റൂഹ്? ലക്കി റൂഹ് മീൻസ് എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ റൂഹ് എന്ന് പറഞ്ഞാൽ ആത്മാവ്, അങ്ങനെ പറയാം കേട്ടോ. അങ്ങനെയാണ് റൂഹ് എന്ന് പറഞ്ഞാൽ ആത്മാവ്, അങ്ങനെ ഒരു പേരുണ്ട് ആത്മാവിന്, റൂഹെന്ന്. ഞങ്ങൾ പരസ്പരം അങ്ങനെയാണ് തെൻസി എന്ന് പറയുന്നത്. ഓക്കെ ഡാ, എനിക്ക് മനസ്സിലായി, നിങ്ങൾ ചങ്ക് ഫ്രണ്ട്സ് ആണല്ലേ. ഓക്കെ. ലക്കി ഹായ് പറയുന്നുണ്ട്. ഷീജ മൈ റൂഹ് ടെൽ ഹിം എന്ന് പറയുന്നുണ്ട്. വാട്ട് ഈസ് ദി മീനിങ് ഓഫ് റൂഹ് എന്ന് ചോദിക്കുന്നുണ്ട്. they spelled as roof of റൂഹ് പ്ലീസ് ടെൽ മീ എക്സാക്ട്ലി എന്ന് പറയുന്നുണ്ട്. റൂഫ് വേറെയാണ്, റൂഫ് അല്ല കേട്ടോ. മേൽക്കൂര അല്ല ഉദ്ദേശിച്ചത്, ആത്മാവിനെയാണ് ഉദ്ദേശിച്ചത്. റൂഹാണ്, യെസ് റൂഹ്. ലക്കി റൂഹ് എന്നാണ് കേട്ടോ ഉദ്ദേശിച്ചിരിക്കുന്നത്, റൂഫല്ല. റൂഹ്. ഷിജ ഹായ് പറയുന്നുണ്ട് ലക്കി. അപ്പോൾ നമ്മുടെ റൂഹിന് വേണ്ടിയിട്ട് ഞാനും ഒരു ഹായ് പറയുന്നു ഷീജ. പക്ഷേ ലക്കി, നമ്മൾ റൂഹ് എന്ന് വിളിച്ചാൽ ചിലപ്പോൾ ഷീജയ്ക്ക് ഇഷ്ടപ്പെടൂല അല്ലേ ഷീജ? ചുമ്മാ പറയുന്നതാണ് കേട്ടോ, തമാശയായിട്ട് കാണുന്നേ. നല്ല മഴയായിരുന്നു ഇത്രയും നേരം. ഇപ്പോഴാണ് മഴ അവസാനിച്ചത് കേട്ടോ. സോറി പറയുന്നുണ്ട് ലക്കി. നമുക്ക് റൂഹ് എന്ന് വിളിക്കണ്ട, നമുക്ക് ഷീജ എന്ന് വിളിക്കാം അല്ലേ? അത് ഖുറേഷിക്ക് മാത്രം അവകാശപ്പെട്ട പേരായിരിക്കും. ഇല്ല എന്ന് പറയുന്നുണ്ട് ഖുറേഷി. എന്നാലും ഇല്ല എന്ന് പറഞ്ഞാലും ചെറിയൊരു വിഷമം ഉണ്ടായിരിക്കും. എൻ്റെ റൂഹിനെ മറ്റാരെങ്കിലും റൂഹ് എന്ന് വിളിക്കുന്നത് ഇഷ്ടപ്പെടുമോ? ഇല്ല. ഖുറേഷിയുടെ മാത്രം റൂഹായിരിക്കും. അപ്പം പിന്നെ നമ്മൾ കയറി റൂഹ് എന്ന് വിളിച്ചാൽ ഇഷ്ടപ്പെടുമോ ഖുറേഷി? ഇല്ലല്ലോ. മൊയിലാളി എവിടെയാണ് സ്ഥലം? മൊയിലാളിയുടെ സ്ഥലം ഗുരുവായൂരാണ് കേട്ടോ. ഇഷ്ടമാണ് തെൻസി, അങ്ങനെയൊന്നും ഇല്ലയെന്ന് അറിയുന്നത്. എന്നാലും ഖുറേഷി വിളിക്കുന്ന പോലെ അല്ലല്ലോ നമ്മൾ വിളിക്കുമ്പോൾ, അല്ലേ?
നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പേഴ്സൺ നമ്മൾ വിളിക്കുന്ന പേര് മറ്റുള്ളവർ വിളിക്കുമ്പോൾ നമുക്ക് ഇഷ്ടമാവും, എന്നാലും അവർ മാത്രം വിളിക്കുന്നത് കേൾക്കാനായിരിക്കും നമുക്ക് ഇഷ്ടം അല്ലേ. ഇഷ്ടമാണ് തെൻസി, അങ്ങനെയൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. ചാവക്കാടാണോ? യെസ്, ചാവക്കാടിനടുത്ത് ഗുരുവായൂർ. ചാവക്കാട് അറിയാമോ ഖുറേഷി? ചാവക്കാട് നമ്മുടെ അടുത്ത സ്ഥലം കേട്ടോ. നമ്മൾ ഗുരുവായൂരാണ്, ഗുരുവായൂർ ഗഡീസാണ് നമ്മൾ. അന്തോണി നായർ, ഹായ് അന്തോണി നായർ, വെൽക്കം. ഗുഡ് മോർണിംഗ് അന്തോണി നായർ. ചേട്ടനാണോ ചേച്ചിയാണോ അല്ല അതോ അനിയനാണോ അറിയില്ല. എന്തായാലും അന്തോണി ചേട്ട അല്ലെങ്കിൽ അന്തോണി അനിയ, ഗുഡ് മോർണിംഗ്. അറിയാം, ഞാൻ വന്നിട്ടുണ്ട്. ആണോ? നല്ല സ്ഥലമല്ലേ ഗുരുവായൂർ, നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ നാട്. ഗുരുവായൂരപ്പൻ്റെ നാട്ടിലാണ് ഞാൻ താമസിക്കുന്നത് കേട്ടോ. കണ്ടില്ലേ, അതാണ് ഇത്ര സൗന്ദര്യം എൻ്റെ നാടിന്. കണ്ടില്ലേ, പച്ച പിടിച്ച് കിടക്കുന്നത് കണ്ടില്ലേ? അത് നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ സാന്നിധ്യം ഉള്ളത് കൊണ്ടായിരിക്കാം. ചാവക്കാട് ഞാൻ വന്നിട്ടുണ്ട്. ആണോ? ചാവക്കാട് വന്നിട്ടുണ്ടല്ലേ. ചാവക്കാട് എവിടെ? ബീച്ചിലൊക്കെ ആണോ? ബീച്ച് സൂപ്പറാണ് ചാവക്കാട്. ചാവക്കാട് നമ്മുടെ അടുത്ത് ആ സ്ഥലമാണ് കേട്ടോ, തൊട്ടപ്പുറത്തെ. ഗുരുവായൂർ കഴിഞ്ഞാൽ ചാവക്കാടാണ്. ഓക്കെ. ക്യാൻ ഐ കം യു എസ് ടിഫ എന്ന് പറയുന്നുണ്ട്. ക്യാൻ ഐ നെയിം യു എസ് ടിഫ. ടെഫ can I name you as തെൻസി എന്നാണ് എൻ്റെ പേര്, തെൻസി. ഓ, നിങ്ങൾ ഇതെന്ന് ടെഫ എന്നാണ് വിളിക്കുന്നത്. തെൻസി സഫ എന്നുള്ള ടെഫയാണോ ഉദ്ദേശിച്ചത്? അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തെൻസി മനസ്സിലായി. ഇപ്പം മനസ്സിലായി. ഇപ്പോഴാണ് കത്തിയത്. ട്യൂബ്ലൈറ്റ് ആയി പോയിട്ടാ. കുറച്ച് സമയം ആലോചിച്ചു, അതുകൊണ്ടാണ് എങ്ങനെ ടെഫ എന്ന് ആലോചിച്ചു. അപ്പോൾ തെൻസി എന്നതിൻ്റെ ടി, സഫ എന്നുള്ളതിൻ്റെ എഫ, ടെഫ. ഓക്കെ. തെൻസി എന്ന് വിളിക്കുന്നുണ്ട് നമ്മുടെ ഹുവൈസ്. ഹുവൈസേ, സുഖാണോ? സുഖാണ് മുത്തേ, സുഖാണ്. ഹുവൈസിന് സുഖാണോ? ഷീ എന്ന് വിളിക്കുന്നുണ്ട്, സ്നേഹം കൊടുക്കുന്നുണ്ട് ഹുവൈസ്. ഹുവക്ക എന്ന് വിളിക്കുന്നുണ്ട് ഷീജ മുത്തേ, ബ്ലൂ വേണോടാ? എന്താ വിശേഷം ചോദിക്കുന്നുണ്ട് ഹുവൈസ്. നല്ല വിശേഷമാണ് മുത്തേ, സുഖമായിരിക്കുന്നു. അവിടെ എന്താ വിശേഷം? സുഖാണോ? മഹേഷ്, എന്താ വിശേഷം ചോദിക്കുന്നുണ്ട് നമ്മുടെ ഹുവൈസ്. ലക്കി ചോദിക്കുന്നുണ്ട്. യെസ്, ടെഫ എന്ന് പറയുന്നുണ്ട്. ടെഫ ആദ്യമായിട്ടാണ് കേട്ടോ എന്നെ ടെഫ എന്ന് വിളിക്കുന്നത്. ഒരാൾ എനിക്കൊരു പേരുണ്ടാക്കിയിരിക്കുകയാണ്, മേക്കിംഗ് ടെഫ. താങ്ക് യു. തെൻസി കഴിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ മഹേഷ് എറണാകുളം. മഹേഷേ, കഴിച്ചില്ല മോനെ, കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം റെഡിയാണ്, പക്ഷേ കഴിച്ചിട്ടില്ല കേട്ടോ. ഹുവൈസ് ഹായ്, കോയ് ഹലോ കിലോ എന്ന് പറയുന്നുണ്ട് ഖുറേഷി. ഹുവക്ക സുഖമല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ഷീച്ച. ലക്കി ചിരിക്കുന്നു. ഹുവൈസ് ചായ കോഫി കുടിച്ചോ? ചായയാണ് കുടിക്കുന്നത് ഇപ്പോൾ, കോഫിയല്ല. കോഫി ഈവനിങ്ങിലെ കുടിക്കാറുള്ളൂ കേട്ടോ. മഹേഷ് പറയുന്നുണ്ട് ഹായ് ഷീജ എന്ന് പറയുന്നുണ്ട്. ഷീ സുഖം അവിടെയോ എന്ന് ചോദിക്കുന്നുണ്ട് ഹുവൈസ്. ഹുവൈസേ, ചായ കുടിച്ചോ മോനെ? ചായ കുടിച്ചോ ഹുവൈസ്? മഹേഷ് ഹായ് പറയുന്നു ഹുവൈസ്. ഹുവക്ക ചായ പിയാൻ ചോദിക്കുന്നുണ്ട് ഷീജ. ലക്കി, ഇറ്റ്സ് ബെറ്റർ നെയിം ആസ് യു ലൈക്ക് ദി ഗുഡ് വൺ എന്ന് പറയുന്നുണ്ട്. ആണല്ലേ, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ടെഫ. ഓക്കെ, താങ്ക് യു. ലക്കിനെ എങ്ങനെയാ ഷോർട്ടായിട്ട് വിളിക്കാൻ പറ്റില്ല, വെറും 2 സ്പെല്ലിങ്. ലക്കി 2 വേർഡല്ലേ ഉള്ളൂ. ലക്കി എന്നുള്ള കീന്ന് വിളിക്കേണ്ടി വരും, അല്ലെങ്കിൽ ലാന്ന് വിളിക്കേണ്ടി വരും. മഹേഷ് ഹുവൈസ് ബ്രോ എന്ന് വിളിക്കുന്നുണ്ട്. മഹേഷ് ഹായ് പറയുന്നു ഷീജ. ചായ കുടിച്ചോന്ന് ചോദിക്കുന്നുണ്ട് ഹുവൈസ്. ആശിർവേഡ് ഹായ്. ആശിറേ ഹായ്, എന്തൊക്കെയാണ് ആശിറേ? ഗുഡ് മോർണിംഗ്. ഹായ് പ്രവീൺ വന്നിട്ടുണ്ട്, 8ാമത്തെ ലൈക്ക്. താങ്ക് യു പ്രവീൺ, താങ്ക് യു. ഓക്കെ ബൈ. ലൈവ് മുതലാളി, പിന്നീട് എപ്പോഴെങ്കിലും കാണാം എന്ന് പറയുന്നുണ്ട് ഖുറേഷി. ഓക്കെ ഖുറേഷി, കാണാം കേട്ടോ, ബൈ. സുഖമാണോ കൊച്ചിയെന്ന് ചോദിക്കുന്നുണ്ട് ആശിർ. സുഖം സുഖമാണോ എന്ന് ചോദിക്കുന്നുണ്ട് ഹുവൈസ്. മൈ റൂഹ് ബൈ പറയുന്നുണ്ട് ഖുറേഷി കേട്ടോ. ഖുറേഷി റൂഹിനോട് ബൈ പറയുന്നു. ചായ കുടിച്ചില്ല ഹുവാക്കാന്ന് പറയുന്നുണ്ട് ഷീജ. ലൈക്ക് എന്ന് പറയുന്നുണ്ട് ആശിർവേദ്. മഹേഷ് പറയുന്നു ആഷിറിക്ക എന്ന് വിളിക്കുന്നുണ്ട്. ഹുവൈസ് ആഷിറേ എന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ. സൗണ്ട് സുഖമില്ലാത്ത പോലെ നിൻ്റെ എന്ന് പറയുന്നുണ്ട്. അത് ഒരു തൊണ്ടയടപ്പ്. മഴയല്ലേ പ്രവീ, മഴയുടെയാണ് കേട്ടോ, മനസ്സിലായല്ലേ?
മഴയായതുകൊണ്ട് രാവിലെ ഉണ്ടാവില്ലേ, നമുക്കൊരു മമ്മൂക്കാൻ്റെ ബാസ് വരില്ലേ രാവിലെ എണീറ്റ പാടെ. അപ്പോൾ എനിക്കിന്ന് ഇന്നലെ കുറച്ച് ലേറ്റായിട്ട് ഉറങ്ങിയതുകൊണ്ടായിരിക്കാം ആ ഒരു ബാസ് വന്നിട്ടുണ്ട്, മമ്മൂക്കാൻ്റെ ബാസ് വന്നിട്ടുണ്ട്. അതാണ്, വേറെ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല. ശരിയാവും, ഒന്ന് ചൂടാവുമ്പോൾ ശരിയാവുന്നേ പ്രശ്നമേ ഉള്ളൂ. വണ്ടി എൻജിനൊന്ന് ചൂടായി കഴിഞ്ഞാൽ ഓക്കെ ആവുന്ന പ്രശ്നമേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പ്രവീൺ എന്ന് വിളിക്കുന്നുണ്ട്, ഹുവൈസ്. മഹേഷ് പറയുന്നുണ്ട് പ്രവീൺ ചേട്ടാ എന്ന് വിളിക്കുന്നുണ്ട്. ഷീജ ഓക്കെ റൂഹ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. മഹേഷ് ബ്രോ ഹായ് പറയുന്നു. സുഖമാണോ എന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ ആശുര്. സുഖം ഇക്കാക്ക എന്ന് പറയുന്നുണ്ട് മഹേഷ്. ഹുവൈസ് ഗുരു ഹായ് പറയുന്നുണ്ട്. എന്താ പേര്? ഉമ്മദേ ഉമ ദീപ ഉമ. ഓ ഉമ ദീപ ഉമ. ഹായ് ദീപ ഉമ. ഹായ് തെൻസി എന്ന് പറയുന്നുണ്ട്. പെട്ടെന്ന് പറ്റിയില്ല കേട്ടോ, രണ്ടും കൂടെ കൂടിയപ്പോൾ. ഉമ ഹായ് ഉമ, എന്താണ് ഉമ വിശേഷം? ദീപ ഹായ്. ആഷിർ പറയുന്നു ഗുറേ. ഹുവൈസ് മുത്തേ ഹായ് പറയുന്നുണ്ട്. ഗുരു പോവാണോ എന്ന് ചോദിക്കുന്നുണ്ട് ഹുവൈസ്. ഈ ടൈമിലാണോ തെൻസിയെന്ന് ചോദിക്കുന്നുണ്ട് ഷീജ. ഈ ടൈമിൽ ഞാനിപ്പോൾ സ്റ്റാർട്ടിങ് ആണ് കേട്ടോ. ഇന്നലെ മിനിഞ്ഞാന്ന് മുതൽ 2 days ആയിട്ടുള്ളൂ സ്റ്റാർട്ടിങ്. ഞാൻ കണ്ടിന്യൂ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് അങ്ങനെ മോണിയാക്കാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ. സ്റ്റാർട്ടിങ് ആണ് നമ്മുടെ ചാനൽ. ഗുഡ് മോർണിംഗ്. നമ്മൾ വിചാരിച്ചാൽ എന്തും നടക്കും എന്നല്ലേ പറയുക. അപ്പോൾ നമ്മളൊന്ന് വിചാരിച്ച് നോക്കുവാണ്, നടന്നാലോ പെട്ടെന്ന് മോണിയാക്കാൻ നോക്കുകയാണ് കേട്ടോ. ഉമ ഗുഡ് മോർണിംഗ് ഡിയർ എന്ന് പറയുന്നുണ്ട്. ഉമ ലൈക്ക് 9. ഓക്കെടാ, താങ്ക് യു. ഷീജ ഹായ് പറയുന്നുണ്ട്. നമ്മുടെ ആഷിർ. മഴയിൽ നിന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. മഴയിൽ നിന്നില്ല പ്രവി, ഞാൻ മഴ കണ്ടുകൊണ്ടിരിക്കുകയാണ്, മഴയത്ത് ഇറങ്ങിയിട്ടില്ല കേട്ടോ. അഖിൽ ഹായ് പറയുന്നുണ്ട്. ഹായ് അഖിലേ. ഹായ് നമ്മുടെ നിജു വന്നിട്ടുണ്ടല്ലോ. സുപ്രഭാതം ലൈക്ക് നമ്പർ 9. ഓക്കെ, താങ്ക് യു മുട്ടേ, താങ്ക് യു. നല്ല പ്രകൃതി നിറഞ്ഞ സ്ഥലം എന്ന് പറയുന്നുണ്ട് മഹേഷ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് ക്യാമറ വെച്ചത് കേട്ടോ. രാവിലെ കാണുമ്പോൾ മനസ്സൊന്ന് കുളിർത്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ചൂട് പിടിച്ചിരിക്കുന്ന ആൾക്കാരാണ് പ്രവാസികളൊക്കെ. അപ്പോൾ അവർക്ക് ഇന്ന് സൺഡേ അല്ലേ, ഇന്ന് ഓഫല്ലേ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ലൈവിൽ വരുമെന്നറിയാം. അപ്പോൾ അതുകൊണ്ട് അവർക്കൊന്ന് മനസ്സ് കുളിർക്കാൻ വേണ്ടിയാണ് ഈ ഒരു കാഴ്ച. എന്നെ അറിയുമോ? ഞാൻ ഉമ ഫാസ് എന്ന് പറയുന്നുണ്ട്. ഉമ ഫാസ് എന്നാണോ പേര്? ഉമ. അഖിൽ എന്ന് വിളിക്കുന്നുണ്ട് നമ്മുടെ ഹുവൈസ്. വി ക്യാൻ ചേഞ്ച് ദി നെയിം ഓഫ് ഷീജ എന്ന് പറയുന്നുണ്ട് ലക്കി. അടുപ്പിൻ്റെ മേലെ കറി ഇരിക്കി ചൂടാക്കാൻ എന്ന് പറയുന്നുണ്ട്. കയറിയിരിക്കുന്നു അടുപ്പിൻ്റെ മേലെ. അടുപ്പില്ലല്ലോ ഇപ്പോൾ, ഗ്യാസ് സ്റ്റവ് അല്ലേ. അടുപ്പായിരുന്നെങ്കിൽ കയറിയിരിക്കായിരുന്നു പ്രവി. എല്ലാവരും ഹാപ്പി അല്ലേ? പ്രവി അങ്ങനെയാണോ? തണുപ്പ് വരുമ്പോൾ അടുപ്പിന് മുകളിൽ കയറിയിരിക്കാറുണ്ടോ? എല്ലാവരും ഹാപ്പി അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ആഷിർ ഹാപ്പിയാണ്. ഹാപ്പി ആയിരിക്കുന്നു. ഹായ് പറയുന്നുണ്ട് ഹുവൈസ്. ഉമ്മ പറയുന്നു ഹായ് ഹുവൈസിക്ക ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്. ആഷിർ പ്രവീൺ ബ്രോ ഹായ് പറയുന്നുണ്ട് കേട്ടോ. ഹുവൈസ് ലൈക്ക് എന്ന് പറയുന്നുണ്ട്. പ്രവീൺ പറയുന്നുണ്ട്. ആഷിർ ഹായ് പറയുന്നുണ്ട്. ഹുവൈസ് ഹായ് എന്ന് പറയുന്നുണ്ട് പ്രവീൺ. അബി ഹായ് അബി. എന്തൊക്കെയാണ് അബി വിശേഷം? സുഖമാണോ അബി? എന്തുണ്ട് വിശേഷങ്ങൾ പറയൂ അബി. അറിയൂ ഫസ്റ്റ് ടൈം ലൈക്ക് അടിച്ചിട്ടുണ്ട് അബി. ഓക്കെ, താങ്ക് യു. ഉമ ഗുഡ് മോർണിംഗ് മാഷേ സുഖമാണോ എന്ന് ചോദിക്കുന്നുണ്ട് ഹുവൈസ്. റെഡ് ഹുവൈസ് ബ്രോ. നമ്മൾ കറങ്ങി തിരിഞ്ഞു ഇവിടെ വെച്ചെങ്കിലും കാണുമല്ലോ ബ്രോ. നല്ല മനപ്പൊരുത്തം എന്ന് പറയുന്നുണ്ട് അഖിൽ. അങ്ങനെയാണ്, സ്നേഹമുള്ളവരാകുമ്പോൾ, പ്രത്യേകിച്ച് ലൈവിലുള്ളവരാകുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കറങ്ങി തിരിച്ച് കാണും. ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട് അബി. ഉമ്മ പറയുന്നുണ്ട് തെൻസി ഉമ ഫാസ് അങ്ങനെ വിളിച്ചാൽ മതി കേട്ടോ എന്ന് പറയുന്നുണ്ട്. ഉമ ഫാസ് ഓക്കേടാ, ഉമ ഫാസ് വിളിക്കാം കേട്ടോ. ഫാസ് എന്ന് വിളിച്ചാൽ പോരെ, രണ്ടും കൂടെ വേണം. ഉമ ഫാസ് ഹായ്. അബി ചായ കുടിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട്. ചായ കുടിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല കേട്ടോ. ഗുഡ് ഐഡിയ എന്ന് പറയുന്നുണ്ട് ലക്കി. ടെഫ എന്ന് വിളിക്കുന്നുണ്ട്. ഹായ്. കീപ് ഗോയിങ് ഓൺ ലൈവ് എന്ന് പറയുന്നുണ്ട് ലക്കി. ഓക്കേടാ. ബ്യൂട്ടിഫുൾ പ്ലേസ് എന്ന് പറയുന്നുണ്ട് അബി. ഓക്കെ, താങ്ക് യു. ഓക്കെ ലക്കി എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഷീജ ഹുവൈസ് ബ്രോ സുഖമാണോ ബ്രോ എന്ന് ചോദിക്കുന്നുണ്ട് അഖിൽ. ഹുവൈസ് പറയുന്നുണ്ട് അഖിൽ ഭൂമി കറങ്ങുന്നത് പോലെ നമ്മൾ ലൈവിൽ കറങ്ങുന്നു, എപ്പോൾ വേണമെങ്കിലും കണ്ടുമുട്ടും അല്ലേ അഖിൽ എന്ന് പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. ഉമ ഫാസ് പറയുന്നുണ്ട് ചായ കുടിച്ചോ തെൻസി? കൂട്ടിൽ ഒരാളുണ്ട്, നല്ല ഉറക്കാണെന്ന് തോന്നുന്നു. നല്ല ഉറക്കാണ് കേട്ടോ, കുറുമ്പനാണ്. വിഷ്ണു സ്നേഹം തരുന്നുണ്ട്. താങ്ക് യു വിഷ്ണു. ചായ കൊണ്ടുവന്നിട്ടുണ്ട്. ഓ ചായ, താങ്ക് യു വിഷ്ണു. ബംഗാളി നെറ്റ്. ബംഗാളി നെറ്റ് അല്ല പ്രവീ, ഇപ്പോൾ നല്ല നെറ്റാണ് കേട്ടോ. ആർക്കെങ്കിലും ലൈവിൽ കറക്കുണ്ടോ എന്ന് പറയാമോ?
ഈ ലൈവ് കാണുന്ന ആർക്കെങ്കിലും ലൈവിൽ കറക്കമുണ്ടോ ഒന്ന് പറയൂ. അഖിൽ സുഖം അവിടെയോ എന്ന് ചോദിക്കുന്നുണ്ട് ഹുവൈസ്. അബി ഹായ് പറയുന്നുണ്ട്. നിന്റെ ബംഗാളി നെറ്റ് ആണോ കറക്കം എന്ന് ചോദിക്കുന്നുണ്ട്. എൻ്റെ അല്ല പ്രവി, ഇവിടെ കറക്റ്റില്ല കേട്ടോ. എൻ്റെ ബംഗാളി നെറ്റല്ല, എൻ്റെ മലയാളി നെറ്റാണ്. വിഷ്ണു എന്ന് വിളിക്കുന്നുണ്ട് ഹുവൈസ്. വിഷ്ണു ചായ കൊണ്ടുവന്നിട്ടുണ്ട്. താങ്ക് യു വിഷ്ണു. ആഷിർ ഹായ് പറയുന്നു. ഷീജ വിഷ്ണു കുറേ സ്നേഹം തരുന്നുണ്ട് കേട്ടോ. താങ്ക് യു വിഷ്ണു. ഉമ ഫാസ് മഴ കാണുമ്പോൾ മൈൻഡ് ഹാപ്പി ആകും. അതേ ഉമ, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിരുന്നത് ലൈവ് ഇടാനായിട്ട്. റെഡ് ഹോയ്സ് ബ്രോ, ലോകത്തിൽ ആദ്യമായിരിക്കും ഇങ്ങനെ. ഇവിടെ പോയാൽ നമ്മൾ രണ്ടും കാണുമെന്ന് പറയുന്നുണ്ട് അഖിൽ. അതാണ് നിങ്ങളുടെ മനപ്പൊരുത്തം കേട്ടോ. ഉമ്മ ഫാസ് ഹുവൈസ് ഇക്ക സുഖമായിരിക്കുന്നു, എന്തുണ്ട് വിശേഷം എന്ന് ചോദിക്കുന്നുണ്ട് അഖിൽ. റെഡ് ഹുവൈസ് ബ്രോ അങ്ങനെ പോകുന്നു എന്ന് പറയുന്നുണ്ട്. നിന്റെ നെറ്റ് ഇടയ്ക്ക് കറങ്ങി എന്ന് പറയുന്നുണ്ട്. ആർക്കെങ്കിലും എൻ്റെ കറക്കമുണ്ടോ, എൻ്റെ ലൈവ് കറക്കുണ്ടോ എന്ന് പറയാമോ? പോയി വരാം തെൻസി ബൈ പറയുന്നുണ്ട് ഉമ്മ പോവുകയാണോ മുത്തേ? ഓക്കേടാ, രാവിലെ ജോലി തിരക്കുണ്ടാവും അല്ലേ? ഓക്കെ കേട്ടോ, വന്നതിൽ ഒരുപാട് സന്തോഷം. ഉമ ഹുവൈസ് ഇക്ക ബൈ പറയുന്നു. അഖിൽ പറയുന്നു റെഡ് ഹുവൈസ് ബ്രോ, ഞാൻ കാണുമ്പോൾ ചോദിക്കണം എന്ന് വിചാരിച്ചതാണ് ബ്രോ. ഇപ്പോൾ ഫോൺ ചാർജ് ചെയ്യുന്നത് എപ്പോഴും ഓൺലൈൻ ഉണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. കറക്കമില്ല. അതേ പ്രവി, നിനക്കാണ് കറക്കം, ഇവിടെ കറക്കമില്ല കേട്ടോ. നിന്റെ നെറ്റാണ് ഇപ്പോൾ ബംഗാളി നെറ്റായത്. ഞാനിപ്പോൾ നല്ല ബംഗാളിയല്ല, കേരള നെറ്റാണ്, മലയാളി. സബ് എന്ന് പറയുന്നുണ്ട് വിഷ്ണു. താങ്ക് യു മുത്തേ, താങ്ക് യു. ചാനൽ മുതലാളി ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട് അഖിൽ. എന്തുണ്ട് പെങ്ങളെ എന്ന് ചോദിക്കുന്നുണ്ട് വിഷ്ണു. നല്ല വിശേഷമാണ് സഹോദര, നല്ല വിശേഷമാണ് കേട്ടോ, സുഖമായിട്ടിരിക്കുന്നു. എൽദോ ചായൻ ഹായ് എൽദോ, എന്താ വിശേഷം സഹോദര, സുഖമാണോ? നമ്മുടെ കസിൻ ബ്രദറാണ് കേട്ടോ എൽദോ. ഹായ് ഗുഡ് മോർണിംഗ് തെൻസി. ഹായ് ഗുഡ് മോർണിംഗ് എൽദോ, എന്തുണ്ട് വിശേഷം? ചായയൊക്കെ കുടിച്ചോ? സുഖമാണോ? ലൈവ് ഉണ്ടോ? രാവിലെ ലൈവ് ഉണ്ടോ? പറയൂ, എന്തുണ്ട് വിശേഷം? 2 ദിവസമായിട്ട് അവിടുത്തെ ലൈവിൽ വരാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഓക്കെ, ഇന്ന് വരാമേ. 2 ദിവസം നല്ല ബിസി ആയിപ്പോയി, അതുകൊണ്ടാണ് വരാതിരുന്നത്. ചായ കുടിച്ചോ എൽദോ? എന്താ കഴിച്ചേ? ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? തെൻസി ഒറിജിനൽ പേരാണോ എന്ന് ചോദിക്കുന്നുണ്ട്. യെസ്, തെൻസി ഒറിജിനൽ പേരാണ് കേട്ടോ. എൽദോ സുഖമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. സുഖമാണ്, സുഖമായിരിക്കുന്നു. എൽദോക്ക് സുഖമാണോ? ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? എന്താ കഴിച്ചേ? കുടിച്ചു. എന്താ കഴിച്ചത്? ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? ചായ കുടിച്ചു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? നമ്മൾ കഴിച്ചിട്ടില്ല. നമുക്കിന്ന് ഇഡലിയാണ്, ഇഡലി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അവിടെ മഴയുണ്ടോ എൽദോ? നാട്ടിൽ മഴയുണ്ടോ? എൽദോ യോഹന്നാൻ. ചാനൽ മുതലാളി പ്ലേസ് എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട്. പ്ലേസ് ഗുരുവായൂരാണ് അഖിലേ, ഗുരുവായൂർ. വന്നിട്ടുണ്ടോ? നിന്റെ നെറ്റ് എപ്പോഴും പ്രശ്നമാണ്. എൻ്റെ നെറ്റ് പ്രശ്നമുണ്ട് പ്രവി, പക്ഷെ ഇന്ന് പ്രശ്നമില്ല കേട്ടോ. ഇന്ന് നല്ല ഓക്കെയാണ്. ഇപ്പോൾ പ്രശ്നമില്ലല്ലോ. പ്രശ്നം ഉണ്ടാവുമ്പോൾ നമുക്കത് പരിഹരിക്കാം. ഇപ്പോൾ പ്രശ്നമില്ല, നന്നായി പോകുന്നു. വിഷ്ണു സ്നേഹം തരുന്നുണ്ട്. താങ്ക് യു വിഷ്ണു, താങ്ക് യു. അപ്പോൾ നേരത്തെ ലൈവ് ഇടാൻ അറിയാം നിനക്ക്? അതേ പ്രവി, നമുക്ക് വേണ്ട സമയത്ത് വേണ്ടത് ചെയ്യണമല്ലോ. എൻ്റെ ഫസ്റ്റ് ചാനലിൽ ഞാൻ ഈ സമയത്തൊക്കെ ലൈവ് ഇട്ടിരുന്നല്ലേ.
പിന്നെ എനിക്ക് മോണി ആവയപ്പോഴാണ് ഞാനതൊക്കെ നിർത്തിയത്. എനിക്ക് വേണ്ട സമയത്ത് ചെയ്യാൻ അറിയാവുന്ന ആളാണ് കേട്ടോ. കൂട്ടിൽ പട്ടി ഉറക്കമാണോ എന്ന് ചോദിക്കുന്നുണ്ട് അഖിൽ. അതെ അഖിലേ, പട്ടി ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു. നല്ല മഴയല്ലേ, നല്ല തണുപ്പായി, അതുകൊണ്ട് കിടക്കുവാണ്. ആദ്യം നേരത്തെ എണീക്കും, പക്ഷെ ഇന്ന് തണുപ്പായതുകൊണ്ടായിരിക്കാം. ദോശയും ചെറുപയറാണെന്ന് പറയുന്നുണ്ട് എൽഡോ. ആണോ? ഗുഡ്, ഹെൽത്തി ഫുഡ്. ഇത് ചാനലാണെന്ന് പറയുന്നുണ്ട് വിഷ്ണു. ഊതല്ലേ എന്ന് പറയുന്നുണ്ട് പ്രവീൺ. അങ്ങനെയല്ല പ്രവീൺ, രാവിലെ ഇങ്ങനെ ഞങ്ങൾ നെഗറ്റീവ് കേൾക്കുമ്പോൾ നമുക്ക് അതൊരു വിഷമം തോന്നും. രാവിലെ നമ്മൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള വാക്ക് കേൾക്കാനല്ല ആഗ്രഹിക്കുക. അതുകൊണ്ട് ആരോടാണെങ്കിലും നല്ല ഫ്രഷ് ആയിട്ടുള്ള, രാത്രി ഉറങ്ങാൻ പോകുന്ന സമയത്താണെങ്കിലും രാവിലെ ആണെങ്കിലും നല്ല ഫ്രഷ് ആയിട്ട് സംസാരിക്കണം കേട്ടോ. വേറെ ചാനലുണ്ടോ? വേറെ ചാനലുണ്ട്, അത് മോണിക്ക് അപ്ലൈ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിലിപ്പോൾ ടുഡേയ്സ് ആയിട്ട് ലൈവ് ഇല്ല. ലൈവ് ഇടണം, ഇനി കണ്ടിന്യൂ ചെയ്യണം. റീയൂസ്ഡ് കണ്ടൻറ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി 3 മാസം കഴിഞ്ഞാലല്ലേ പിന്നീട് അപേക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി അത് കൊടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ലൈവ് ചെയ്യുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ചാനലിലിടുന്ന വീഡിയോസ് ഷോർട്ട് വീഡിയോ ആണെങ്കിലും ലോങ് വീഡിയോ ആണെങ്കിലും അത് റീയൂസ്ഡ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും കേട്ടോ. നന്നായി ചെക്ക് ചെയ്യണം ചാനൽ. മഴയാണോ? മഴയാണ്. മഴയാണ്. ചിലർ ചത്താൽ നല്ലത് കേൾക്കും. പ്രവി രാവിലെ എന്താ നെഗറ്റീവ് പറയുന്നത്? പ്രവി പോസിറ്റീവായിട്ട് സംസാരിക്കൂ. ഷൈജു ചിരിക്കല്ല, നോക്കുന്നുണ്ട്. എന്ത് പറ്റി ഷൈജു? അമ്മൂസ്, ഹായ് അമ്മൂസേ. ദേവ് ഇതെന്താ തെറ്റിയതാണോ? അമ്മൂസ് ഗെയിമിങ് തെറ്റിയതാണോ അമ്മൂസേ? രാവിലെ തന്നെ ചാനൽ മുതലാളി റീയൂസ്ഡ് ഫിക്സ് ആയോ എന്ന് ചോദിക്കുന്നുണ്ട്. റീയൂസ്ഡ് കാണിച്ച് 2 തവണ കൊടുത്തപ്പോഴും കേട്ടോ. അപ്പം അതുകൊണ്ട് നമ്മൾ അതിൻ്റെ പുറകെ ഇനി പോകണം 3 മാസത്തിന് ശേഷം. എല്ലാവരും നന്നായി ചെക്ക് ചെയ്യുക. എങ്ങനെ ഒന്നുകൂടി പറയൂ എൽദോ, ഞാൻ നിങ്ങളോടും കൂടിയാണ് പറയണേ. കാരണം എൽദോ നന്നായിട്ട് ലൈവ് ഇടുന്ന ആളാണ്. അപ്പം അതുകൊണ്ട് ഞാൻ പറയുവാണ്, നമ്മൾ റീയൂസ്ഡ് കണ്ടൻറ് ഉണ്ടോ എന്ന് ആദ്യമേ ശ്രദ്ധിക്കണം ചാനലിൽ കേട്ടോ. റീയൂസ്ഡ് ആയിട്ടുള്ള ഒരിക്കലിട്ട വീഡിയോസ് നമ്മൾ പിന്നെ ഇട്ടിട്ടുണ്ടോ ഷോർട്ടായിട്ടൊന്ന് നന്നായി ശ്രദ്ധിക്കണം. എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിയിരിക്കുകയാണ്. അപ്പം അങ്ങനെ അബദ്ധം ഇനി ആർക്കും പറ്റരുത്. നന്നായി ചെക്ക് ചെയ്യുക. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ചാനൽ ചെക്ക് ചെയ്തിട്ട് റീയൂസ്ഡ് കണ്ടൻറ് അതിലുണ്ടെങ്കിൽ അത് നമ്മൾ ആദ്യമേ കളയണം. അല്ലെങ്കിൽ നമ്മളത് പിന്നെ മറന്നു പോകും. നമ്മൾ നന്നായി ചെക്ക് ചെയ്യുക. നമ്മളിപ്പോൾ സ്റ്റാർട്ടിങ്ങിലേ ചെക്ക് ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഒരു തവണ ഇട്ട വീഡിയോ നമ്മൾ വീണ്ടും ഷോർട്ട് വീഡിയോ വീണ്ടും ഇട്ടിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ ലൈവ് ഇടുമ്പോൾ തമ്പനെയിൽ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. പിന്നെ പുറത്ത് നിന്നുള്ള ഒരു വീഡിയോസ് നമ്മൾ ഇടാതിരിക്കുക. നമ്മളുണ്ടാക്കിയ വീഡിയോ മാത്രം ഇടുക. എനിക്കങ്ങനെ കുറച്ച് അബദ്ധങ്ങൾ പറ്റി. കാരണം ഞാൻ എൻ്റെ വീഡിയോ തന്നെ 2 തവണ ഇട്ടു. പുറത്തുനിന്നൊന്നും ഞാൻ ഇട്ടിട്ടില്ല, പക്ഷേ എൻ്റെ വീഡിയോ തന്നെ ഞാൻ റിപ്പീറ്റഡ് കണ്ടൻ്റ് ആക്കി ഇട്ടു. അതുകൊണ്ട് എനിക്ക് റീയൂസ്ഡ് വരുന്നത്. കമ്മ്യൂണിറ്റി പോസ്റ്റ് റീയൂസ്ഡ് കാറ്റഗറിയിൽ വരും എന്ന് പറയുന്നുണ്ട്. ആണോ? അതൊന്നും നമ്മൾ ഇട്ടിട്ടില്ല. കമ്മ്യൂണിറ്റി പോസ്റ്റൊക്കെ ഒരിക്കൽ ഇട്ടിട്ടുള്ളൂ. അതും വരുമല്ലേ? ഓക്കെ. ഷാജു മഴ എന്ന് പറഞ്ഞിട്ടുണ്ട്. മഴ കണ്ടപ്പോൾ നോക്കിയതാണല്ലേ? സന്തോഷം കൊണ്ട് നോക്കിയതാണോ? സന്തോഷം കൊണ്ട് കണ്ണ് തള്ളിപ്പോയതാണല്ലേ? ചാനൽ നെയിം പറയൂ. ഞാൻ നോക്കി വരാമെന്ന് പറയുന്നുണ്ട്. നോക്കി തരാമെന്ന് പറയുന്നുണ്ട്. ആണോ? ചാനൽ നെയിം ആണോ? വേൾഡ് ഓഫ് ഹാപ്പിനെസ് എന്നാണ് കേട്ടോ ചാനൽ നെയിം. ഞാൻ പോകുന്നു അമ്മ പറഞ്ഞിട്ടുണ്ട് മഴ കൊള്ളരുതെന്ന്. ആണോ ഷൈജു? നല്ല കുട്ടിയാണല്ലേ. അമ്മ പറഞ്ഞതൊക്കെ കേൾക്കുന്നത് നല്ല കുട്ടിയാണ്. മഴ കൊള്ളാതെ പൊയ്ക്കോണം കേട്ടോ. കുട വേണോ? കുട ഉണ്ട് ഇവിടെ, വേണമെങ്കിൽ തരാം. ഷൈജു കുട എടുക്കാൻ മറക്കല്ലേ ഷൈജു. മഴ കൊണ്ട് പോവണ്ട കേട്ടോ. റെഡ് ഓഫ് ഹാപ്പിനെസ് ഇങ്ങനെയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. റെഡ് ഓഫ് ഹാപ്പിനെസ് ഇങ്ങനെയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അല്ല, വേൾഡ് ആണ് കേട്ടോ. WORLD വേൾഡ് ഓഫ് ഹാപ്പിനെസ്. ആ റെഡ് മാറ്റി വേൾഡ് ആക്കണം. ഗുഡ് മോർണിംഗ് ഷാജി. ഹായ് ഷാജി, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം ഷാജി? സുഖമാണോ ഷാജി? ചായ കുടിച്ചോ? സുലൈമാനി കുടിച്ചോ? വേൾഡ് ആണോ? യെസ് വേൾഡ്. ഓക്കെ എന്ന് പറയുന്നുണ്ടെങ്കിൽ ചായ കുടിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് എൽദോ. ഞാൻ രാവിലെ ഒരു ചായ ഇല്ലേ, നമ്മുടെ കട്ടൻ ചായ. രാവിലെ കട്ടൻ ചായ അല്ല, സാദാ പാൽ ചായ കുടിച്ചു. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അതെന്താ അങ്ങനെ പറയണതെന്നറിയോ? നമ്മുടെ നാട്ടിൽ ചായ കുടിച്ചോ എന്ന് ചോദിക്കില്ലേ? ചായ കുടിച്ചോ എന്ന് ചോദിച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ അങ്ങനെയെന്ന് പറയാറ്. പക്ഷേ ചില ആളുകൾ നാട്ടിൽ ചായ കുടിച്ചോ എന്ന് ചോദിച്ചാൽ വെറും ചായ, നമ്മുടെ കട്ടൻ ചായ ഇല്ലേ, അതുപോലെ സുലൈമാനി, അതുപോലെ
ഓൺലി ചായ മാത്രം കുടിക്കുന്നതിന് ചായ കുടിച്ചോ എന്ന് ചോദിക്കും. ബ്രേക്ക്ഫാസ്റ്റിന് അവർ വേറെയാണ് പറയുക. ബ്രേക്ക്ഫാസ്റ്റ് എന്നോ നാസ്ത എന്ന് കഴിച്ചോ എന്നൊക്കെയാണ് ചോദിക്കുക കേട്ടോ. നമ്മുടെ നാട്ടിൽ ചായ കുടിച്ചോ എന്ന് ചോദിച്ചാൽ വെറും ചായ കുടിച്ചാലും അങ്ങനെയാണ് ചോദിക്കുക, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാലും അങ്ങനെയാണ് ചോദിക്കുക. സുഖാണ് കുടിച്ചു എന്ന് പറയുന്നുണ്ട് ഷാജി. ആണോ? അമ്മോ നിൻ്റെ അമ്മ ബസ് സ്റ്റാൻഡിൽ എന്തായാലും വന്നതല്ലേ, കുറച്ച് നേരം നിൽക്കാം, മഴ കാര്യമാക്കണ്ട, നമ്മുടെ ചേച്ചിയുടെ ലൈവ് അല്ലേ എന്ന് പറയുന്നുണ്ട് ഷൈജു. ഓക്കെ ഷൈജു, ഏതായാലും വന്നതല്ലേ, കുറച്ച് നേരം നിന്നിട്ട് പോവാം കേട്ടോ. ഷൈജു നാട്ടിലാണോ അതോ പുറത്താണോ? നാട്ടിലല്ല, പുറത്താണെങ്കിൽ കുറച്ച് നേരം മഴ കണ്ടിട്ട് പോയിക്കോളൂ. രാവിലെ തന്നെ ഞാൻ പാലക്കാടാണ് ചേച്ചി എന്ന് പറയുന്നത്. ആണല്ലേ, പാലക്കാടാണ്. അപ്പോൾ പിന്നെ നമ്മളെ ഇവിടത്തേക്കാളും നല്ല പ്രകൃതി രമണീയമായ സ്ഥലമായിരിക്കും പാലക്കാടല്ലേ. മഴയുണ്ടോ അവിടെ? സൺഡേ മഴയാണോ? സൺഡേ മഴയാണെന്ന് തോന്നുന്നത് ഷാജി. രാവിലെ മഴ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് സൺഡേ മഴ ദിവസമാണെന്ന് തോന്നുന്നുണ്ട്. അലമ്പ് ക്ലൈമറ്റ് ഇന്ന് മഴ. പ്രവി അങ്ങനെ പറയില്ലേടാ, മഴ നല്ലതല്ലേ. നമുക്കിപ്പോൾ മഴ അലമ്പായിട്ട് തോന്നും. കാരണം പ്രവാസികൾക്കൊക്കെ ഇപ്പോൾ ഒരു ചൂടിൽ അവർ ഇത്രയും ബുദ്ധിമുട്ടിയിരിക്കുമ്പോൾ അവർക്ക് മഴയൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നും. മാത്രമല്ല, നമ്മളിപ്പോൾ ചൂട് സമയത്താണെങ്കിൽ നമ്മൾ പറയും, ഓ ചൂടെടുത്തിട്ട് മനുഷ്യന് പുറത്തിറങ്ങാൻ വയ്യ. അപ്പോഴും നമ്മൾ ദൈവത്തിനോട് കോപിക്കും. ഇപ്പോൾ മഴ പെയ്താൽ അപ്പോഴും നമ്മൾ അലമ്പ് മഴ എന്ന് പറയില്ലേ. ഓരോ ക്ലൈമറ്റും എൻജോയ് ചെയ്യുക. മഴയൊക്കെ നമ്മൾ എൻജോയ് ചെയ്യേണ്ട ക്ലൈമറ്റ് അല്ലേ. രാവിലെ ഇങ്ങനെ മഴയൊക്കെ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ, എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ, രാവിലെ ഇങ്ങനെ മഴയൊക്കെ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ മനസ്സിന്. സത്യം പറയണേ, എനിക്ക് രാവിലെ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് ഫ്രഷ് മൈൻഡ് വരും. പക്ഷേ ഈവനിങ്ങിലാകുമ്പോൾ ചെറുതായിട്ടൊരു വിഷമം വരും. പക്ഷേ ദേഷ്യം അങ്ങനെ വരാറില്ല. അത് കൂടുതൽ വെള്ളപ്പൊക്കം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ആൾക്കാർക്ക് ജീവിക്കാനുള്ള ബുദ്ധിമുട്ട് വരുമ്പോൾ മാത്രമേ ഞാൻ അങ്ങനെ അലമ്പ് എന്നൊക്കെ പറയാറുള്ളൂ. പക്ഷേ ഇങ്ങനെ ചെറിയ മഴകളൊക്കെ ഞാൻ നന്നായി എൻജോയ് ചെയ്യും. മഴ ശരിക്കൊരു മനസ്സിന് ഒരുപാട് ഫീല് തരുന്നൊരു സംഭവമല്ലേ. റൊമാൻസ്, അതുപോലെ സ്നേഹം, പഴയ ഓർമ്മകൾ എല്ലാം തരുന്നത് നമുക്ക് മഴയാണ്. ഗോൾഡ് ചെയിൻ പ്രൊഫൈലുള്ള ഫോട്ടോയുള്ള 4K സബുള്ള ചാനലാണോ? യെസ് അഖിലേ, അതെ. എനിക്കിഷ്ടമല്ല മഴക്കാലം തെൻസി. അതെന്താ പ്രവീൺ, നിനക്ക് എന്തെങ്കിലും ബാഡ് മെമ്മറീസ് ഉണ്ടോ മഴക്കാലത്ത്? എന്താ ഇഷ്ടമല്ലാത്ത? മഴക്കാലം നല്ലതല്ലേ, മഴ ഉണ്ടെങ്കിലല്ലേ നമുക്ക് വെള്ളം കിട്ടുള്ളൂ. എല്ലാ മഴയത്തെ നമുക്ക് കിട്ടുള്ളൂ. എനിക്ക് സ്നേഹം തോന്നാൻ മഴ പെയ്യേണ്ട ടെൻസി. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. ഞാൻ ഉദ്ദേശിച്ചത് മഴ എന്ന് പറയുന്ന സംഭവം പകുതി ആൾക്കാർക്കും 100 പേരിൽ 90 പേർക്കും മഴ ഇഷ്ടമായിരിക്കും. എന്ന് വെച്ചാൽ മഴ നല്ലതല്ലേടാ. മഴ നല്ലതാണ്. മഴ കാണാനായിട്ട്, മഴ കാണാൻ മനസ്സിന്. അത് നമുക്കിപ്പോൾ മനസ്സിലാവില്ല, ഇപ്പോൾ പ്രവാസികൾക്ക് മനസ്സിലാവും. ഇപ്പോൾ അവർ ചൂടിൽ പൊള്ളിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അവർക്ക് കുറച്ച് പച്ചപ്പ്, കുറച്ച് മഴയൊക്കെ കാണുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. ആ കൂട്ടത്തിലാണ് ഞാൻ. എനിക്ക് മഴ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മഴ പെയ്യാന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കാണാനായിട്ട്. ഞാൻ ഒരുപാട് മഴയെ പ്രണയിക്കുന്ന ആളാണ്. എന്തിനു കൊള്ളാം വീടിൻ്റെ ഉള്ളിലിരുന്നു ഫുഡ് കഴിക്കാനല്ലാതെ ഈ സീസൺ. മഴ ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും? വെള്ളം കുടിക്കാൻ. മഴ തീരെയില്ല, മഴ പെയ്യുന്നേ ഇല്ല. അപ്പം നീ എന്ത് ചെയ്യും? വെള്ളം കുടിക്കാൻ. നിനക്ക് വെള്ളം കുടിക്കണ്ടേ? നിനക്ക് ഫുഡ് കഴിക്കണ്ടേ? നിനക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യണ്ടേ? കുടിക്കണ്ടേ? എല്ലാത്തിനും വെള്ളം വേണ്ടേ? ആ മഴ ഇല്ലാതിരുന്നാൽ നീ എന്ത് ചെയ്യും? അപ്പം അതുകൊണ്ട് മഴയെ ശപിക്കരുത് സഹോദര. രവി, മഴയെ ശപിക്കല്ലേ നീ. മഴയെ ശപിച്ചു കഴിഞ്ഞാൽ മഴ ഇല്ലാതായാൽ അറിയാം അതിൻ്റെ ബുദ്ധിമുട്ട്. മഴ കൂടിയാൽ ബുദ്ധിമുട്ടുണ്ട്, പക്ഷേ മഴ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ അപ്പോൾ ഇതാവില്ല നമ്മുടെ സംസാരം. എനിക്ക് പ്രോബ്ലം ഇല്ല, വെള്ളമുണ്ട് ഇവിടെ. മഴ ഉള്ളത് കൊണ്ടല്ലേ നിനക്ക് വെള്ളം ഉള്ളത്. മഴ തീരെ പെയ്യാതിരുന്നാൽ നിനക്ക് വെള്ളം ഉണ്ടാവുമോ? നിൻ്റെ നാട്ടിൽ ഉണ്ടാവുമോ? ഭൂമിയുടെ അടിയിൽ നിന്ന് വെള്ളം വരണ്ടേ? അതിന് മഴ പെയ്യണ്ടേ? അതിന് രാവിലെ ഇങ്ങനെ മഴയെ ശപിക്കല്ലേ.
ഞാൻ മഴയെ പറയുന്നു. ഐ ലവ് യു റെയിൻ. ഐ ലവ് യു. എനിക്ക് വളരെ ഇഷ്ടമാണ് മഴ. എന്നെ ഒരുപാട് 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 ഇഷ്ടം. ഐ ലവ് യു റെയിൻ. പെയ്യൂ പെയ്യൂ, പെയ്തുകൊണ്ടേയിരിക്കൂ. വെള്ളം ഇവിടെ ഉണ്ട്. മഴ പെയ്തില്ലെങ്കിലും നിന്റെ നാട്ടിൽ വെള്ളം ഉണ്ടാവുമോ? നിന്റെ നാട്ടിൽ ഉണ്ടാവില്ല, നിന്റെ വീട്ടിൽ വെള്ളം ഉണ്ടോ മഴ പെയ്തില്ലെങ്കിൽ? ഐ ഹേറ്റ് റെയിൻ എന്ന് പറയാം. ഐ ലവ് റെയിൻ. മഴയെ ശപിക്കരുത് കേട്ടോ. ചേച്ചിന്ന് വിളിക്കുന്നുണ്ട് അനുപമ. അനുപമ മുത്തേ ഹായ്. അനുപമ, നിനക്ക് മഴ ഇഷ്ടമാണോ? കിണിക്കുന്നോ? പിന്നെ മഴയെ കുറ്റം പറയുമ്പോൾ ഞാൻ കിണിക്കില്ലേ? കിണിക്കാം മീൻസ് എനിക്ക് അറിഞ്ഞൂടാ. കിണിക്ക എന്ന് പറഞ്ഞാൽ ചിരിക്കുകയാണെന്നല്ലേ അർത്ഥം. തെൻസി നമോ ഭാഗം പറയുന്നുണ്ട്. ഹായ് പുലിമട, നമോ ഭാഗം. ഇപ്പൊ കമന്റ് വരുന്നുണ്ടോ? ഉണ്ടല്ലോ അനുപമ, കമന്റ് വരുന്നുണ്ട് കേട്ടോ. രാവിലെ എന്ന് പറയുന്നുണ്ട്. പണ്ടാരം അടങ്ങിപ്പോട്ടെ മഴ. പ്രവി, നിന്നെ മഴ ശപിക്കും ഇങ്ങനെ പറഞ്ഞാൽ കേട്ടോ. മഴ ഇഷ്ടമാണോ കൂട്ടുകാരെ? നിങ്ങൾക്ക് എല്ലാവർക്കും മഴ ഇഷ്ടമുള്ള കൂട്ടുകാരൊക്കെ ഒന്ന് ഇവിടെ ഒന്ന് യെസ് പറയണേ. നോക്കട്ടെ ആർക്കാണ് കൂടുതൽ ഇതെന്ന്. ഭൂരിപക്ഷം ഏതാൾക്കാരാ നോക്കട്ടെ. അനുപമ, ഇവിടെ ആരെയുള്ള? പുലിമട, ഇരട്ടച്ചങ്കൻ. താങ്കൾക്ക് മഴ ഇഷ്ടമാണോ? അനുപമ, മഴ ഇഷ്ടമാണോ? ഭൂരിപക്ഷം നോക്കട്ടെ. നമ്മുടെ ലൈവിലുള്ള പ്രവിക്ക് മഴ ഇഷ്ടമല്ല, പക്ഷേ എനിക്ക് മഴ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് മഴയോട് ഭയങ്കര പ്രണയമാണ് കേട്ടോ. മഴ എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവനാണ്. ഞാൻ പോണു ബൈ പറയുന്നുണ്ട് പുലിമട. പുലിമട പോവല്ലേ, അവിടെ നിൽക്ക്. ഞാൻ ചോദിച്ചോ നിന്റെ ഭൂരിപക്ഷം? നീ ചോദിക്കണ്ടല്ലോ, എനിക്ക് ചോദിക്കാലോ പ്രവി. എനിക്ക് ചോദിക്കാലോ. കാരണം എങ്ങനെയുള്ള ആൾക്കാരാണ് കൂടുതലായിട്ടുള്ളതെന്ന് അറിയണ്ടേ, അതിനായിട്ട് ചോദിക്കുന്നത്. മഴ ഇഷ്ടമാണ് എല്ലാവർക്കും. അനുപമക്ക് മഴ ഇഷ്ടമാണല്ലേ? മഴ നല്ലതാണ്. മഴയെ ഒരിക്കലും ശപിച്ചുകൊണ്ട് പറയരുത് കേട്ടോ. മഴ ഇല്ലാതായി നമ്മൾ ആകെ ബുദ്ധിമുട്ടിപ്പോവും. രവിക്ക് പുറത്ത് പോകാൻ പറ്റുന്നുണ്ടാവില്ല അല്ലേ? അതുകൊണ്ടാണോ മഴ ഇത്ര ദേഷ്യം? ടാങ്കിൽ കുറെ ഗപ്പി ഉണ്ടല്ലോ, കാണാനുണ്ടോ? കുറെ ഗപ്പി ഉണ്ട് കേട്ടോ. അതിൽ മീനുണ്ടോ? ഉണ്ട് ഉണ്ട് ഉണ്ട്, മീനുണ്ട്. മീനുണ്ട്, കണ്ടില്ലേ? ചെറുതായിട്ട് അത് ഓടുന്ന കാണാണ്ടല്ലേ? മീനുണ്ട്. നമ്മുടെ മോൻ്റെ പണിയാണത്. മീൻ കുറച്ച് ഗപ്പി കുഞ്ഞുങ്ങൾ ഇട്ടതാ. 2-3 ഇട്ട് കൊടുത്ത് ഇപ്പം നിറയുണ്ട്. വൃത്തികെട്ട മഴ അങ്ങനെ പറയില്ലേ പ്ലീസ്. ഗപ്പിയാണോ സാരിയാണോ ചോദിക്കുന്നത്? ഗപ്പിയാണ് കേട്ടോ. ഗപ്പി കുഞ്ഞുങ്ങളാണ്. കാണുന്നുണ്ടല്ലേ? എനിക്കൊരു 5 പേർ തരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. 5 പേർ നമ്മളിത് കൊടുക്കാറില്ല. നമ്മളിങ്ങനെ ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ നമുക്കൊരു സന്തോഷമാണ് കേട്ടോ അത് കാണുമ്പോൾ. അല്ലാതെ സെയിലിന് വേണ്ടിയല്ല. നമ്മളിങ്ങനെ വെറുതെ ഹൈബ്രിഡ് എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഗപ്പിയാണെന്നറിയാം. ബാക്കി ഗപ്പിനെ കുറിച്ചൊന്നും എനിക്കറിയില്ല. മോനിക്ക് അറിയുള്ളൂ അതൊക്കെ. അവനാണ് കൊണ്ടുവന്നിട്ട്. ഞാനിങ്ങനെ കണ്ട് ആസ്വദിക്കും. ഏതാണ് എന്താണെന്ന് ഗപ്പിനെ കുറിച്ച് ഞാൻ പഠിച്ചിട്ടില്ല, എനിക്കറിയില്ല. പക്ഷേ കണ്ടാൽ നല്ല ഇഷ്ടമാണ്. നാടൻ ഗപ്പി. കമൻറ്റ് റിപ്ലൈ കേട്ടില്ല, നെറ്റ് കറക്കമായിരുന്നു എന്ന് പറയുന്നുണ്ട് അഖിലേ. എന്താ കമൻറ്റ് പറഞ്ഞേ?
ചാനൽ മുതലാളി, നമുക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, ഗ്രൂപ്പ്. ഞാൻ അവരെ ഇങ്ങോട്ട് വിടാമെന്ന് പറയുന്നുണ്ട്. ആണല്ലേ, ഓക്കെ. കമൻറ്റ് റിപ്ലൈ കിട്ടില്ല, കരക്കമായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇതാരാ ഇടയ്ക്ക് ബാഡ് എന്ന് പറയുന്നുണ്ട്? അതെനിക്ക് അറിഞ്ഞുകൂടാട്ടോ. ബാഡ് വരുന്നുണ്ടോ അറിയില്ല. എന്താ കമൻറ്റ് വന്നേ? ഇപ്പോൾ വന്നോ? അത് ബാഡ്. അപ്പോൾ അത് ആരാ കളയുന്നത്? അതാരാ റിമൂവ് ചെയ്തത്? പ്രവിയാണോ? ബാഡ് ഇടുന്ന ആരാ ഇടുന്നത്? എനിക്ക് മനസ്സിലായില്ല, ഞാൻ ഒന്നും കണ്ടില്ല. ഞാനിങ്ങനെ ഡിലീറ്റ് ആയതിനു ശേഷം മാത്രമേ കാണുന്നുള്ളൂ. ബാഡ് കമൻറ്റ് വരുന്നുണ്ടോ? കാണാനില്ലല്ലോ പ്രവി. ആരെങ്കിലും ആയിരിക്കും, നമ്മളെ ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടാവും, അവരായിരിക്കാം. ഫ്രീ ആയിട്ട് കൊടുക്കുമോ എന്ന്, പൈസക്ക് അല്ല എന്ന് ആണ് കമൻറ്റ്. ഓ അങ്ങനെയാണല്ലേ, അത് ഞാൻ കണ്ടില്ല കേട്ടോ. റോയൽ ഹായ് പറയുന്നുണ്ട്. ഹായ് റോയൽറ്റി. റോയൽ അല്ല അല്ലേ, റോയറ്റി. റോയ് 80 ആണല്ലേ? ഓ അങ്ങനെ, റോയ് 80. ഹായ് റോയറ്റ് എന്നൊക്കെയാണ് വായിക്കുന്നത്. റോയ് 80. എന്താ വിശേഷം റോയ് 80? ഗുഡ് മോർണിംഗ് റോയ്. ഗുഡ് മോർണിംഗ് റോയ്. ബ്രൂണോ ഗുഡ് മോർണിംഗ്. ബ്രൂണോ എണീറ്റോ? ഗുഡ് മോർണിംഗ് ബ്രൂണോ. ഹായ്. ഓൾ മെസ്സേജ് ഓൺ അല്ലേ, കാണാതിരിക്കാൻ എന്താണെന്ന് പറയുന്നുണ്ട്. ഞാൻ കണ്ടില്ല. പ്ലാറ്റിയെ കാണുന്നുണ്ട് ടാങ്കിലെന്ന് പറയുന്നുണ്ട് ഷാജി. ആണോ? കാണുന്നുണ്ടല്ലേ. ഹലോ. കമൻറ്റ് ഇട്ടിട്ട് കാണാനിട്ടല്ലല്ലോ കൂട്ടുകാരെ. കമൻറ്റ് ഇടുന്നുണ്ടോ നിങ്ങൾ? ഞാൻ കാണാനിട്ടാണോ? നിങ്ങൾ കാണാനില്ലല്ലോ. കാണുന്നില്ല. ഇപ്പം കണ്ടു. ഐ നെവർ ലൈക്ക്ഡ് റെയിൻ ബിഗിനിങ് ടെൻസി എന്ന് പറയുന്നുണ്ട്. എനിക്ക് മഴ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് എനിക്ക് മഴയെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഓക്കെ.
ഷാജി ഹായ് ഷാജി. ഷാജി വിക്കി കോലയാട്. ഷാജി മഴ എന്ന് പറയുന്നുണ്ട് ഷാജി. ഞാൻ കിച്ചണിലേക്ക് വന്നു, അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ഓഫ് ചെയ്തത്. കിച്ചണിൽ കുറച്ച് ജോലിയുണ്ട്, അതുകൊണ്ടാണ്. വൈബ് വിത്ത് നന്ദു. ഹായ് നന്ദു, ഗുഡ് മോർണിംഗ് നന്ദു, ഗുഡ് മോർണിംഗ്. ഹായ്, ലൈക്ക് പറയുന്നുണ്ട് നന്ദു. ഓക്കെ, ഗുഡ് മോർണിംഗ് നന്ദു, ലൈക്ക്. ഓക്കെ, താങ്ക് യു. ഇവിടെ ന്യൂ ആണോ വൈബ് വിത്ത് നന്ദു അല്ലേ? നന്ദു വരാറുണ്ട് കേട്ടോ നമ്മുടെ ലൈവിൽ. ഒരു നന്ദു വരാറുണ്ട്. ഞാൻ ആ നന്ദു ആണോ എന്ന് വിചാരിച്ചു. ആദ്യമായിട്ടാണല്ലേ? വെൽക്കം വെൽക്കം നന്ദു. ഇവിടെ സ്വാഗതം നമ്മുടെ ലൈവിലേക്ക് കേട്ടോ. ഗുഡ് മോർണിംഗ്. ചായ കുടിച്ചോ നന്ദു? എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ? ചായ കുടിച്ചോ? എന്തുണ്ട് വിശേഷങ്ങൾ? പറയൂ നന്ദു. സോറി പാത്രം വീണു പോയിട്ടാ. ചായ ഒക്കെ കുടിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ വേറെ നന്ദു ആണെന്ന് പറയുന്നുണ്ട്. ആണല്ലേ? എന്തായാലും നന്ദു നമ്മുടെ ലൈവിലേക്ക് വെൽക്കം കേട്ടോ. ചായ ഒക്കെ കുടിച്ചോ? ചായ കുടിച്ചിട്ടില്ല ബ്രോ. ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കുടിക്കാൻ പോകണം. ഇല്ല, കുടിക്കണം. സുഖമായി പോകണമെന്ന് പറയുന്നുണ്ട് നന്ദു. ആണല്ലേ? ഓക്കെ, എല്ലാവരും സുഖവും സന്തോഷവും സമാധാനമൊക്കെ ഉണ്ടാവട്ടെ എല്ലാവരുടെ ലൈഫിലും. ഓക്കെ, ചായക്ക് എന്താ ബ്രേക്ക്ഫാസ്റ്റ്? വീട് എവിടെയാണ് ചേച്ചി എന്ന് ചോദിക്കുന്നുണ്ട് നന്ദു. വീട് ഗുരുവായൂരാണ് കേട്ടോ. ഗുരുവായൂർ വന്നിട്ടുണ്ടോ? ഇവിടെ ഇന്ന് പുട്ടാണെന്ന് പറയുന്നുണ്ട്. ആണോ? പുട്ടാണോ? പുട്ടിന് എന്താ കറിയാണോ? കടലയാണോ? അല്ല കടലക്കറിയാണോ? അതോ പഴമാണോ? പപ്പടാണോ? എന്താണ്? അമ്പോ, അപ്പൊ നമ്മൾ അയൽക്കാരാണ്. ഞാൻ വാടാനപ്പള്ളി. ആഹാ, കൊള്ളാം. എന്നിട്ടാണോ മിണ്ടാതിരിക്കുന്നത്? അപ്പൊ നമ്മൾ ശരിക്കും അയൽക്കാരാണ് കേട്ടോ. എനിക്ക് ഡെയിലി മോർണിംഗ് സൺ കാണണം. മുടി കിട്ടിയ ക്ലൈമറ്റ് ഫുൾ മൂഡ് സ്പോയിലാക്കും എന്ന് പറയുന്നുണ്ട്. ആണോ പ്രവി? എനിക്ക് അങ്ങനെയല്ല. എനിക്ക് നല്ല മഴ കണ്ടു കഴിഞ്ഞാൽ രാവിലെ ഭയങ്കര ഹാപ്പിനെസ് ആണ് മനസ്സിന്. മഴ പെയ്യുന്നത് രാവിലെ കണ്ടാൽ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. പക്ഷെ ഈവനിങ്ങിലാകുമ്പോൾ ചെറിയൊരു വിഷമം തോന്നും. പക്ഷെ എനിക്ക് മഴ വെറുപ്പില്ല. ഗുരുവായൂർ അമ്പലനടയിൽ ഒരു ദിവസം ഞാൻ പോകും. ആണോ? ഇതുവരെ പോയിട്ടില്ലേ നിതീഷ്? പോകണം കേട്ടോ, നല്ലതാണ്, അടിപൊളിയാണ്. പപ്പടം പുട്ടുവാണോ കഴിച്ചേ? ഹായ്, നമ്മുടെ സുധീഷ വന്നിട്ടുണ്ടല്ലോ. ഓം ശ്രീ മാത്ര നമേ പറയുന്നുണ്ട്. മാത്രേ നമ. ഓം ശ്രീ മാത്രേ നമ എന്ന് പറയുന്നുണ്ട് നമ്മുടെ സുധീഷ. ഹായ്, ഗുഡ് മോർണിംഗ്. അവിടെ ഇന്ന് എന്താണ് സ്പെഷ്യൽ? ഇവിടെ ഇന്ന് ഇഡലി ഉണ്ട്, സാമ്പാറുണ്ട്, ചട്നി ഉണ്ട് കേട്ടോ. ഇഡലി സാമ്പാർ ചട്നിയാണ് ഇവിടുത്തെ ഇന്നത്തെ സ്പെഷ്യൽ. സുധീഷേ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? കൊതി വരുന്നുണ്ടോ? ഇഡലി ഇഷ്ടമാണോ? നല്ല പഞ്ഞി പോലെയുള്ള ഇഡലി. വെള്ളം തെളിച്ചതിന് പണ്ട് ഒരുത്തിനെ കാര്യം ചെയ്തിട്ടുണ്ട്. വെള്ളം തെളിച്ചതിനോ? എന്താ പ്രവിയ ഇങ്ങനെയൊക്കെ പറയണേ? വെള്ളം തെളിച്ചതിന് ഒരുത്തിനെ കൈകാര്യം ചെയ്തിട്ടുണ്ടെന്ന് ചാടിച്ചിട്ടുണ്ടെന്നാണോ ഉദ്ദേശിക്കുന്നത്? വീട്ടിൽ ആരൊക്കെ ഉണ്ട് ചേച്ചി എന്ന് ചോദിക്കുന്നുണ്ട്. വീട്ടിൽ ഞാനുണ്ട്, എൻ്റെ ഹസ്ബൻഡുണ്ട്, എൻ്റെ മക്കളുണ്ട്, എല്ലാവരും ഉണ്ട് കേട്ടാ. എല്ലാവരും ഉണ്ട്. സന്തോഷത്തോടു കൂടിയുള്ള കുടുംബം. ഓക്കെ, ഓഫ് കോഴ്സ്. വെള്ളം മേത്തേക്ക് തെളിച്ചതിനാണോ? അടിച്ചോ ആളെ? അപ്പോൾ വെള്ളത്തിനോട് നിനക്ക് ഭയങ്കര വെറുപ്പാണല്ലോ അല്ലേ? വെള്ളം ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ജീവിക്കും കുട്ടി? വെള്ളം വേണ്ട എല്ലാത്തിനും. ഒരു വഴിയായി ആവാൻ. ആണോ? ആഹാ, കൊള്ളാലോ. അപ്പോൾ വെള്ളം നിൻ്റെ ശത്രുവാണല്ലേ? പക്ഷെ എനിക്ക് വെള്ളം ഭയങ്കര ഇഷ്ടം. വെള്ളം ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ലല്ലോ. എൻ്റെ അന്വേഷണം പറഞ്ഞേക്ക് എല്ലാവരോടും. തീർച്ചയായിട്ടും പറയാം കേട്ടോ. നന്ദു നമ്മുടെ ലൈവിൽ വന്നിട്ടുള്ള നന്ദു എല്ലാവരോടും അന്വേഷണം പറഞ്ഞിട്ടുണ്ടെന്ന് ഉറപ്പായിട്ടും പറയാം കേട്ടോ നന്ദു. അസ്സലാമു അലൈക്കും തൻസി. ഹംസ കുഞ്ഞുമോൻ അബ്ദുള്ള. ഹംസ കുഞ്ഞുമോൻ അബ്ദുള്ള. ഹായ് ഹംസക്ക, എന്താണ് വിശേഷം? ഹംസക്ക സുഖാണോ? ഹംസക്ക അസ്സലാമു അലൈക്കും പറയും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുഖമാണോ തെൻസി? സുഖമായിരിക്കുന്നു ഹംസക്കക്ക് സുഖാണോ? കുഞ്ഞു ചാനൽ വന്നിട്ട്, കുഞ്ഞു ചാനൽ എന്ന് പറയുന്നുണ്ട്. ലൂസിഫ് അർമാദ്, ലൂസിഫർ
മാഡ് ബോയ് എന്നാണോ? ലൂസിഫർ മാഡ് ബോയ് അങ്ങനെയാണോ? ഇങ്ങനെ കൂട്ടി എഴുതുമ്പോൾ നമുക്കത് പെട്ടെന്ന് വായിക്കാൻ പറ്റുന്ന വരില്ല കേട്ടോ. ലൂസിഫർ മാഡ് ബോയ് എന്നാണോ പറയണത്? ചാനൽ എൻ്റെ വക കുഞ്ഞു സബ് അല്ലേ? കുഞ്ഞു സബ്. ഓക്കെ, താങ്ക് യു. നിന്റെ പുതിയ ചാനലിൽ കുറേ പുതിയ ഐഡി വരുന്നുണ്ടല്ലേ തെൻസി? പൊതുവേ ചോദിക്കുന്നുണ്ട്. അതേ പ്രവീണെ, നമ്മൾ കുറേ ലൈവിൽ പോകുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമുക്ക് ഐഡിയ ആണെങ്കിലും ചാനലാണെങ്കിലും നമുക്ക് സപ്പോർട്ട് തരട്ടെ എല്ലാവരും. ഓക്കെ, ലൈക്ക് 23. ഹംസ ഹായ്. ഹംസ, എന്തൊക്കെയാണ് വേറെ വിശേഷങ്ങൾ? സുഖമാണോ ഹംസ? ലൂസിഫർ മാഡ് ബോയ്, യെസ് മനസ്സിലായി. പിന്നീടാ മനസ്സിലായത്, അത് ഇങ്ങനെ ഗ്യാപ്പില്ലാതെ എഴുതിയപ്പോൾ മനസ്സിലായില്ല കേട്ടോ. സജീന മുത്തേ വന്നിട്ടുണ്ടല്ലോ. മോളേന്ന് വിളിക്കുന്നുണ്ട് സജീന വ്ളോഗ്. എന്താ വിശേഷം സജീന? സുഖാണോ? എവിടെയാണ്? കുറച്ച് സ്ഥലം കണ്ടിട്ട്. ചായ കുടിച്ചോ തെൻസിന്ന് ചോദിക്കുന്നുണ്ട് ഹംസക്ക. ഞാൻ ചായ കുടിച്ചില്ല, കുടിക്കണം. ചായ കുടിച്ചു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല കേട്ടോ. ചാനലല്ല വ്യക്തിയാണെന്ന് പറയുന്നുണ്ട്. അത് സാരമില്ല, ആരാണെങ്കിലും സപ്പോർട്ട് കൊടുക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ലൈവിലേക്ക് ആര് വരുന്നോ, ചാനലാണോ ഐഡി ആണോ എന്നൊന്നും ഞാൻ നോക്കുന്നില്ല. നമുക്ക് സപ്പോർട്ട് തരുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഞാൻ മിണ്ടില്ല എന്ന് പറയുന്നുണ്ട്. എൻ്റെ സജി തിരക്കായോണ്ടല്ലേ മുത്തേ വരാതിരുന്നേ? നല്ല തിരക്കാനടാ, മോളുണ്ട് ഇവിടെ. അതുകൊണ്ട് വീട്ടിലെ ജോലി കഴിഞ്ഞാൽ പിന്നെ അവളോട് അടുത്തിരിക്കും, അവളോട് സ്പെൻഡ് ചെയ്യും സമയം. അതുകൊണ്ടാണ് കേട്ടോ വരാൻ പറ്റാത്തത്. സോറി, ഞാൻ വരാം, ഇന്ന് വരാമേ. ഞാൻ എവിടെയെല്ലാം നോക്കിയെന്നറിയോ എന്ന് ചോദിക്കുന്നുണ്ട്. പേടിക്കണ്ട, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, ഒരു കുഴപ്പമില്ല കേട്ടോ. നിന്റെ നൈറ്റ് ലൈവ് ആളെ ഒന്നും എനിക്ക് അറിയില്ല ഇപ്പോൾ. അതിന് എന്താ ചെയ്യുക പ്രവീ? എൻ്റെ സാവധാനം മനസ്സിലാവും കേട്ടോ. നമുക്കെല്ലാം മനസ്സിലാവും. നമ്മുടെ ലൈവിൽ വരുന്നത് നമുക്ക് ആദ്യം അറിയില്ലല്ലോ, പിന്നീട് അങ്ങനെ മനസ്സിലായിക്കോളും. ഞാൻ കമൻ്റ് ഇട്ട് സബ് ചെയ്തിട്ടുണ്ട്, തിരിച്ചു വരണേ ഇത്താ, തിരിച്ചു 6 സബ് തരാമെന്ന് പറയുന്നുണ്ട് വൈബ്. ഓക്കെ നന്ദുസേ, വരാം കേട്ടോ, എന്തായാലും വരാം. ലൈവ് ഇടുന്നുണ്ടോ? ലൈവ് ഇടുന്നുണ്ടെങ്കിൽ ആ ടൈം കൂടെ ഒന്ന് കമൻറ്റിൽ ഇടണേ. ഹംസ സജിമുത്തേന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ. ഹംസ സജീന ഇന്നലെ ലൈവ് ഇട്ടില്ലേ? ഇട്ടിടാ മുത്തേ, ഇന്നലെ ലൈവ് ഇട്ടു. ഇന്നലെ 9 o'clock ഇട്ടു നൈറ്റ്. രാവിലെ ഇട്ടില്ലടാ, രാവിലെ ഇട്ടില്ല കേട്ടോ. സുഖമാണോ സജീന്ന് ചോദിക്കുന്നുണ്ട് ഹംസക്ക എന്ന് വിളിക്കുന്നുണ്ട് സജി. ബ്ലൂ ഉള്ളവർ കൂട്ടാക്കോന്ന് ചോദിക്കുന്നുണ്ട്. നന്ദുസേ, ഞാൻ ബ്ലൂ തരാം കേട്ടോ. എല്ലാവരും ഒന്ന് കൂട്ടാക്കിക്കോളൂ, നന്ദുസ് കൂട്ടാക്കിക്കോളൂ, എന്നിട്ട് കമൻറ്റ് ഇട്ടാൽ മതി കേട്ടോ. ബ്ലൂ തരാം. ഓക്കെ, ബ്ലൂ ഉള്ളവർ കൂട്ടാക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. 7:30 PM ആണെന്ന് പറയുന്നുണ്ട്. ആണോ? 7:30 PM അല്ലേ? എനിക്കൊന്ന് കമൻറ്റിലിടോ. ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ മറന്നു പോകും, കാരണം എനിക്ക് നല്ല മറവിയുണ്ട് കേട്ടോ. അതുകൊണ്ട് ഒന്ന് കമൻറ്റ് ബോക്സിൽ ആ ടൈം ഒന്ന് ഇട്ടേക്കണേ. ബിയോ ചെങ്ങാതി വന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ലടാ, ഇന്നലെ 2 പേരെയും കണ്ടില്ല. ബിയോനെ കണ്ടിട്ട് കുറേ നാളായിട്ടോ, പക്ഷേ ചെങ്ങാതി വരാറുണ്ട്. ചെങ്ങാതിനെ ഇന്നലെ കണ്ടില്ല. കാണാറുണ്ടോ? അവിടെ വന്നിരുന്നോ? കൂയി പറയുന്നുണ്ട്. ലാസ്റ്റ് ബസ്. ഹായ്, ലാസ്റ്റ് ബസ്സേ വന്നല്ലോ. ലാസ്റ്റ് ബസ് ഇന്ന് രാവിലെ വന്നിട്ടുണ്ടല്ലോ. എന്തൊക്കെയാണ് ലാസ്റ്റ് വിശേഷം? സുഖമാണോ? ലാസ്റ്റ് സുഖമാണിക്ക എന്ന് പറയുന്നുണ്ട് സജീന. ഞാൻ ഇടാ ഇത്താന്ന് പറയുന്നുണ്ട്. ഓക്കെ ഇടാ മുത്തേ, കമൻറ്റിൽ ഇടൂ കേട്ടോ പേര്. നന്ദുസേ, കമൻറ്റിൽ ലൈവ് ടൈം ഇടണേ. സുഖമാണിക്ക എന്ന് പറയുന്നുണ്ട് നമ്മുടെ സജീന. മുത്തേ, നീ ലൈവ് ഇട്ടോ ഇന്ന്? ബിയോ ഒരു ദിവസം വന്നു എന്ന് പറയുന്നുണ്ട്. ആണോ? ആഹാ, ബിയോനെ കണ്ടിട്ട് കുറേ നാളായി. ഇനി വരുവാണെങ്കിൽ അന്വേഷിച്ചെന്ന് പറയണം കേട്ടോ. ഞാൻ ലൈവ് ഇടുന്നത് വരുന്നുണ്ടോ നോക്കുന്നുണ്ടോന്ന് അറിയില്ല, ചിലപ്പോൾ കാണാഞ്ഞിട്ടായിരിക്കും. കാണുവാണെങ്കിൽ അന്വേഷിച്ചെന്ന് പറയണേ. കുറേ നാളായി കണ്ടിട്ട്, ഒരു 10-20 ദിവസമൊക്കെ ഉണ്ടാവും കണ്ടിട്ട്. ഗുഡ് മോർണിംഗ് മായാവി. ഹായ് മായാവി, ഗുഡ് മോർണിംഗ്. എന്താ വിശേഷം മായാവി? സുഖാണോ? ആദ്യമായിട്ടാണോ നമ്മുടെ ലൈവിൽ മായാവി വരുന്നേ? എവിടെ പോയി നമ്മുടെ രാജു രാധയൊക്കെ? എവിടെ പോയി മായാവി? സജീന 24 ലൈക്ക്. ഓക്കേടാ, താങ്ക് യു. ഞാൻ വന്നത് നേരത്തെ ആയോ എന്നാണ്. പിന്നെ വരാം. നേരത്തെ അല്ല, ലേറ്റ് ആയിപ്പോയി, ബസ് വന്നതല്ലേ. അത് ഞാൻ ചുമ്മാ തമാശയ്ക്ക് പറഞ്ഞാണ് കേട്ടോ. സജി ലൈവ് ഇടാഞ്ഞത് സജി എന്താ ലൈവ് ഇടാഞ്ഞതെന്ന് ചോദിക്കുന്നുണ്ട് ഹംസക്ക. മായാവി ചിരിക്കുന്നുണ്ട്. കുട്ടൂസനും ഡാഗിനിയും നമ്മുടെ കുട്ടൂസൻ ഡാഗിനി അമ്മൂമ്മ എല്ലാവർക്കും സുഖാണോ? ദേ ഒത്തിരി സ്നേഹം എന്ന് പറയുന്നുണ്ട്. ദേ ഒത്തിരി സ്നേഹം. ടെൻസിന്നാണോ ഉദ്ദേശിച്ചത്? ടെൻസി ഒത്തിരി സ്നേഹം എന്ന് പറയുന്നുണ്ട് സുധീഷൻ. താങ്ക് യു സുധീഷ. ലാസ്റ്റ് ബസ് ചിരിക്കുന്നുണ്ട്. ലാസ്റ്റ് ബസ് നേരത്തെ വന്നു, അതുകൊണ്ട് എനിക്ക് ഒത്തിരി സന്തോഷമായിട്ടോ. സുഖമാണെന്ന് പറയുന്നു മായാവി സുഖമായിരിക്കട്ടെ, എല്ലായ്പ്പോഴും സുഖമായിരിക്കട്ടെ. ഓക്കെ, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ മായാവി? ലാസ്റ്റ് ബസ് എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാണോ? കഴിച്ചിട്ടില്ലെങ്കിൽ പറയണം കേട്ടോ, ഞാൻ ഇവിടെ സെറ്റാക്കാം. വണ്ടി മറിഞ്ഞു, ഒരു 6 പേര് മരിച്ചിട്ടുണ്ട്. ഷിംലയിൽ കൊക്കയിലേക്ക് വീണു. ആണോ? പഠിച്ചോനെ, എപ്പോൾ ഉണ്ടായ സംഭവം? ഇപ്പോഴത്തെ ന്യൂസാണോ പ്രവീ?
അയ്യോ മനസ്സിലായില്ല. കമൻറ്റ് ഡിലീറ്റ്. ഇപ്പം ഉണ്ടായ സംഭവമാണോ? എന്താണല്ലേ ഇന്നലെ? അയ്യോ, ഷിംലയിലാണോ സ്ഥലം? പഠിച്ചോണേ, ഇപ്പം നോക്കിയാൽ ഇങ്ങനെ ഓരോ അപകടങ്ങളാണല്ലോ അല്ലേ. സജിനത്ത സബ് ആക്കിയിട്ടുണ്ടേ, തിരിച്ചു ആക്കണേന്ന് പറയുന്നുണ്ട്. വൈബ് കഴിച്ചില്ല എന്ന് പറയുന്നുണ്ട്. കഴിച്ചില്ലേ? ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സമയമായല്ലോ. കഴിക്കൂ കഴിക്കൂ. എന്താ കഴിക്കാത്തേ? ഞാനും കഴിച്ചിട്ടില്ല കേട്ടോ. അയ്യോ, കാറ് സ്ലോ ആയിരുന്നു. എന്തല്ലേ, 6 പേരും ഈ 6 പേരും വണ്ടിയിലുണ്ടായിരുന്നവരാണോ? അതോ ഇനി വേറെ വണ്ടിയിൽ, ഒരു വണ്ടിയിലുണ്ടായിരുന്നവരാണോ ഈ 6 പേരും? എന്താണല്ലേ കളി കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ആർമാദിക്കലാണ് കേട്ടോ. ആക്കുന്നത് നമ്മുടെ വീടിനടുത്തൊരു ക്ലബ്ബുണ്ട്. ആ ക്ലബ്ബിൽ നിന്ന് കേൾക്കുന്ന ആർമാദിക്കലാണ്. ഏതോ ഒരു ടീം ജയിക്കും എന്തോ ഉണ്ടായിട്ടുണ്ട്. പ്രവീൺ ബ്രോ സബ്ബാക്കിയിട്ടുണ്ട്, തിരിച്ച് ചെയ്യാമോ എന്ന് ചോദിക്കുന്നുണ്ട് നന്ദു. മറിയുന്ന മുന്നേ ഉള്ള അവർ എടുത്ത വീഡിയോ വൈറലായി. ആണോ? അയ്യോ, അന്നൊരു ദിവസം നമ്മുടെ ഈ ഭാഗത്തൊരു ട്രാവലർ ഒരു അപകടം ഉണ്ടായില്ലേ, കുറേ ടീച്ചേഴ്സും കുട്ടികളൊക്കെ, അവരും ഇതേപോലെ വീഡിയോസ് എടുത്തതൊക്കെ എല്ലാം വൈറലായിട്ടുണ്ടായിരുന്നു മുന്നേ. ഇപ്പോൾ പിന്നെ എല്ലാവരുടെ കയ്യിലും ഫോണിലുണ്ട്. ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴൊക്കെ നമ്മൾ അപ്പോൾ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുമല്ലോ അല്ലേ. അതുകൊണ്ട് നമുക്ക് എല്ലാം അറിയാൻ പറ്റും. സോറി, പാത്രത്തിൻ്റെ സൗണ്ട്. സോറി, ഞാൻ മ്യൂട്ടാക്കാൻ മറന്നു. അത് വാൾപ്പാറ. യെസ്. ഇത്ത ലൈവ് ടൈം എപ്പോഴാണെന്ന് ചോദിക്കുന്നുണ്ട്. ലൈവ് ടൈം ഇനി ലൈവ് ടൈം 9 മണിക്കാണ് കേട്ടോ. രാത്രി 9 മണിക്കുണ്ട്, പിന്നെ രാത്രി 12:30, 2 ടൈമിലുണ്ട്. നന്ദു ഹായ് ഓക്കെ എന്ന് പറയുന്നുണ്ട് പ്രവീൺ. ഇനി രാത്രി 9 മണിക്കുണ്ട്, 12:30 കേട്ടോ. നന്ദു വരണേ. സൺഡേ ആയിട്ട് എന്താണ് പരിപാടി ഇന്നെന്ന് ചോദിക്കുന്നുണ്ട്. ഇന്ന് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. വീട്ടിലിരിക്കുന്നു എല്ലാവരും കൂടെ. മോളുണ്ട്, പിന്നെ ഹസ്ബൻഡ് ഉണ്ട്, എല്ലാവരും കൂടെ വീട്ടിൽ സന്തോഷമായിട്ടിരിക്കുന്നു. നന്ദു ആരാ, മോനാണോ എന്ന് ചോദിക്കുന്നുണ്ട്. വൈബ് പേരെന്താണ്, സ്ഥലം എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട് പ്രവീൺ. നോ, മോളാണെന്ന് പറയുന്നുണ്ട്. നന്ദനയാണോ പേര് മോളുടെ? നന്ദന എന്നാണോ? ഹരിനന്ദ, തൃശ്ശൂർ തന്നെയാണ് പ്ലേസ് എന്ന് പറയുന്നുണ്ട്. പ്രവാസിയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. വീഡിയോ എന്താ? വീഡിയോ ഇങ്ങനെ എന്താണെന്നാണോ? ഞാൻ കിച്ചണിലാണ് കേട്ടോ. ഇത്ര നേരം ഞാൻ പുറത്തുണ്ടായിരുന്നു, അപ്പോൾ വീഡിയോ ഓൺ ആയിരുന്നു. ഇപ്പോൾ കിച്ചണിലേക്ക് വന്നപ്പോൾ ഓഫ് ചെയ്തതാണ് കേട്ടോ. കിച്ചണിൽ കുറച്ച് ജോലി തിരക്കിലായതുകൊണ്ടാണ്, അല്ലാതെ ഒന്നല്ല. ലച്ചു ഗുഡ് മോർണിംഗ്. നമ്മൾ അയൽക്കാരിയല്ലേ ഇത്ത? അതേ, നമ്മൾ അയൽക്കാരിയാണല്ലോ. ചാവക്കാടല്ലേ വീട്? ചേറ്റുവയാണോ പറഞ്ഞത്? എവിടെയാ പറഞ്ഞേ? ചേറ്റുവയാണോ? ഒന്നുകൂടെ പറയാമോ? ചേറ്റുവയാണോ പറഞ്ഞത്? ആരാ? ഞാനോ? എന്ന് പറയുന്നുണ്ട്. നന്ദു ചേറ്റുവയാണോ പറഞ്ഞത്? ചാവക്കാട് അല്ല, വാടാനപ്പള്ളിയാണല്ലേ? സോറി. ഓ അങ്ങനെ, ഞാൻ ചാവക്കാട് ചേറ്റുവ വിചാരിച്ചു. ഇങ്ങനെ മാറ്റില്ലേ എന്ന് പറയുന്നുണ്ട്.
സോറിടാ, വാടാനപ്പള്ളിയാണല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ചേറ്റുവാന്നാണ് കേട്ടോ എനിക്ക് എൻ്റെ ഓർമ്മയിൽ വന്നത്, വാടാനപ്പള്ളി. കാരണം നമ്മൾ ചാവക്കാട് എന്ന് പറഞ്ഞല്ലോ അതിനു മുന്നേ. അത് നന്ദു അല്ല, വേറെ ആരോ ആണെന്ന് തോന്നുന്നുണ്ടല്ലേ? സോറി ട്ടാ. വാടാനപ്പള്ളിയാണ്. ഇനി മറക്കൂല, നമ്മുടെ ഇക്ക അവിടെയാണ് ക്ലാസ്സിന് പോയിരുന്നത്. വാടാനപ്പള്ളി ഒരു സിഗ്മ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇല്ലേ, ഇപ്പം ഉണ്ടോയെന്ന് അറിയില്ല. അവിടെയാണ് നമ്മുടെ ഹസ്ബൻഡ് പഠിക്കാൻ പോയത്. ഗുരുവായൂർ എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട്. ഗുരുവായൂർ മമ്മിയൂരാണ്. നന്ദുവിൻ്റെ അമ്മയുടെ പേരെന്താ? നന്ദുവിൻ്റെ അമ്മയുടെ പേരോ? ആ, കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട് നന്ദു. നന്ദു എന്താ ചെയ്യണേ? ജോലി ചെയ്യുന്നോ അതോ എന്താ പഠിക്കുവാണോ? അമ്മയുടെ പേര് പറഞ്ഞാൽ അറിയുമോ എന്ന് ചോദിക്കുന്നുണ്ട് നന്ദു. ഞാൻ പഠിക്കുവാണ് ഇത്താ. ഏതിനാ പഠിക്കുന്നേ? അത് ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ പ്രവി, എന്തെങ്കിലും ആവട്ടെ. BBAക്കാണ് പഠിക്കണേ. വെരി ഗുഡ്. പേര് ചോദിച്ചാൽ തെറ്റാണോ എന്ന് ഞാനല്ല പറഞ്ഞത്. അതോ ഇന്ത്യ തുടങ്ങണേന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞേ ഉള്ളൂ കേട്ടോ. അമ്മയുടെ പേരിൽ തുടങ്ങുന്നതെന്നോ മക്കളുടെ പേരിൽ തുടങ്ങുന്നതെന്ന് എന്തോ ചോദിച്ചില്ലേ? നമ്മുടെ ചാനൽ നെയിം തുടങ്ങുന്നതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളല്ല, അതുകൊണ്ട് പറഞ്ഞത്. ഹേ, ഇറ്റ്സ് മീ അഭിഷേക്. ഹായ് അഭി, എന്താ വിശേഷം? അഭി സുഖാണോ? അഭി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട് അഭി. പ്രവീൺ ബ്രോ വീട് എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട്. പാലക്കാടാണെന്ന് പറയുന്നുണ്ട് പ്രവീൺ. ഓഹോ എന്ന് പറയുന്നുണ്ട് നമ്മുടെ നന്ദു. എന്താ ഓഹോ ചോദിക്കുന്നുണ്ട് പ്രവീൺ. പാലക്കാടാണോ എന്നാണോ നന്ദു ചിരിക്കുന്നത്? ഹാപ്പി സൺഡേ പൊന്നാര. പൊന്നാര ഡ്രസ് ഇഷ്ടയാണോ? പൊന്നാര ഇഷ്ടയാണോ അതോ പൊന്നാര ഡ്രിട്ടയാണോ? പൊന്നാരം ഹാപ്പി പൊന്നാരം. ഹായ്, ഹാപ്പി സൺഡേ തിരിച്ചും. എവിടെയാണ് പ്ലേസ്? എവിടെയാണ് സിസിയെന്ന് ചോദിക്കുന്നുണ്ട് അഭിഷേക്. അഭിഷേക്, എൻ്റെ പ്ലേസ് ഗുരുവായൂർ, ഗുരുവായൂരപ്പൻ്റെ നാട്ടിൽ നിന്നും തെൻസി. ഓക്കെ, സുഖല്ലേ? സുഖാണ് പൊന്നാര, സുഖയാണ്. മഴയുണ്ടോ? മഴയുണ്ട്, നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നു കേട്ടോ. ഇപ്പൊ ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട്, എന്നാലും ഇന്ന് മഴ ദിവസമാണ്. പൊന്നാര എവിടെയാ? വീട് എവിടെയാ പൊന്നാര? പേരെന്താ പൊന്നാര? പറ, കേക്കട്ടെ. പേര് പറയൂ. പൊന്നാര ഡിട്രയോ? എന്താ സംഭവം? എന്താ ഡിട്രയാന്നാണോ? മനസ്സിലാവുന്നില്ല. ഗൽബേ, ഹാര ഗൽബേ വന്നിരിക്കുന്നത്. മുറു വന്നിട്ടുണ്ടല്ലോ. ഗൽബേ സുഖാണോ? ഗൽബേ ഗുഡ് മോർണിംഗ് മുറു. സുഖമാണോ? സുഖമാണ് മുറു, സുഖമായിരിക്കുന്നു. ഇന്ന് ഗുരുവായൂർ വരാൻ വെച്ചതാണ്. ആണോ? ആഹാ, ഇന്ന് മഴയാണ്, അതുകൊണ്ട് ഇന്ന് വരുന്നില്ലേ? ഹായ്, നമ്മുടെ ഗരല വന്നല്ലോ. ഗരല ഇതാരാണ്? ഇത് ഒറിജിനൽ അല്ല, ഇത് ഡ്യൂപ്ലി ആണെന്ന് തോന്നുന്നത്. ഗരൽ ഇത് വേറെ ഗരളാണ് കേട്ടോ. ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്. നമ്മുടെ ഡ്യൂപ്ലി കരളാണോ ഇത്? കരളേന്ന് വിളിച്ച് സ്നേഹം കൊടുക്കുന്നുണ്ട് പ്രവീണ്. കരളെ, നീ ഇത് ഡ്യൂപ്ലി ആണോ അതോ ഒറിജിനൽ ആണോ? എനിക്ക് മനസ്സിലാവണില്ല കേട്ടോ. കാരണം രണ്ട് കരളിനെ കാണാനുണ്ട് ഇപ്പോൾ. ഡ്യൂപ്ലി ആണോ ഒറിജിനൽ ആണോ? ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല. ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട് മുരു. മുരു ഗുഡ് മോർണിംഗ്. എന്താ വിശേഷം മുരു? സുഖാണോ? ചായ കുടിച്ചോ? കരളേന്ന് വിളിച്ച് സ്നേഹം കൊടുക്കുന്നുണ്ട് നന്ദു. കഴിച്ചോ മുത്തേ? കഴിച്ചില്ല മുത്തേ, കഴിക്കണം. എന്താണ് സൺഡേ സ്പെഷ്യൽ എന്ന് ചോദിക്കുന്നത് നമ്മുടെ കരളിന്റെ കരൾ. കരളെ ഇജ്ജ് ഡ്യൂപ്ലി ആണോ അതോ ഒറിജിനൽ ആണോ? സത്യം പറ, എങ്ങനെ മനസ്സിലാക്കും? ഇതിപ്പോ വല്ലാത്ത ഇടങ്ങേറായിപ്പോയി. കരളെ ഡ്യൂപ്ലി ആണോ ഒറിജിനൽ ആണെന്ന് എങ്ങനെ മനസ്സിലാക്കും? നമ്മുടെ ഡൈവിലുള്ളവരൊക്കെ പറയും. എങ്ങനെയാ മനസ്സിലാക്കുക? ഇല്ല, വയ്യാത്തോണ്ട് എന്ന് പറയുന്നുണ്ട്.
വയ്യ അതുകൊണ്ടെന്ന് പറയുന്നുണ്ട്. മുറാദിക്ക എന്ന് വിളിക്കുന്നുണ്ട്. കരളിന്റെ കരള്. കരളെ ഇത് ഒറിജിനൽ കരളാണോ? കരളെ എനിക്ക് മനസ്സിലാവുന്ന രീതിയിൽ എന്തെങ്കിലും ഒന്ന് പറയാമോ? കരളെ ഇവിടുത്തെ കാര്യങ്ങൾ എന്തെങ്കിലും ഒന്ന് പറയോ കരളെ? എനിക്ക് മനസ്സിലാവാം. കരൾ ഇങ്ങനെ എൻ്റെ ലൈവിൽ ഫസ്റ്റ് മുതലേ വരുന്ന ആളല്ലേ. അപ്പം എന്നോട് എന്തെങ്കിലും പഴയ മെമ്മറീസ് എന്തെങ്കിലും ഒന്ന് ചോദിച്ചേ. മുറാദിക്ക എന്ന് പറഞ്ഞ് സ്നേഹം കൊടുക്കുന്നുണ്ട്. കരളിന്റെ കരൾ. മുറി കിട്ടുമോ എന്ന് ചോദിക്കുന്നുണ്ട്. മുറി കിട്ടുമോന്നോ? കരളേ എന്ന് വിളിക്കുന്നുണ്ട് നമ്മുടെ മുറു. കരളിന്റെ കരൾ നന്ദോസേ എന്ന് വിളിക്കുന്നുണ്ട്. ഷെഫേ എന്ന് വിളിക്കുന്നുണ്ട്. കിരൺ കിട്ടും എന്ന് പറയുന്നുണ്ട് മുറാദ്. ഞാൻ ഉദ്ദേശിച്ച കരൾ ആവാൻ ഈശ്വര എന്ന് പറയുന്നത്. ആവണേ ഈശ്വര എന്ന് പറയുന്നുണ്ട്. കിരൺ ബ്രോ സ്വഖല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ മുറു. കരൾ ഹായ് പറയുന്നുണ്ട് ഷെഫ്. ഈ കരൾ പഴയ കരൾ തന്നെ. അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോൾ ചോദിച്ച ചോദ്യത്തിന് ഇപ്പം മറുപടി തരും കേട്ടോ. കരളിന്റെ കരളെ ഒന്ന് പറ. എൻ്റെ കരൾ നീയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് മുറു. ഗുഡ് മോർണിംഗ്. ചായ കുടിക്കണേ. എൻ്റെ കരൾ നീയല്ലേ എന്ന് പറയുന്നുണ്ട് ഷെഫ്. ഇതെന്താ സാധനം? ഞാൻ ഇമോജി എന്താ മുറ എന്ന് പറഞ്ഞത് എന്താ ഇമോജി മീനിങ്? എന്താ സാധനം? ഇതെന്താ ഷെഫ്? ഇതെന്താ സാധനം എന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഇതെന്താ ഷെഫ്? ഇതിന്റെ മീനിങ് കൂടെ എനിക്ക് പറയണ്ട. ഈ ഇമോജിയുടെ മീനിങ് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഇതെന്താ സാധനം? കിരണേ എന്ന് വിളിക്കുന്നുണ്ട്. ഇതെന്ത് സാധനം മുറു? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത്തോയി ഞാൻ പോട്ടെ, അപ്പോൾ പണിയുണ്ടെന്ന് പറയുന്നുണ്ട് നന്ദു. ഓക്കെ നന്ദു, പോയിട്ട് വാ. കരൾ മുറാദിക്കാന്ന് വിളിക്കുന്നുണ്ട്. കരളെ എന്നെ ഒന്ന് എൻ്റെ പഴയ മെമ്മറീസ്, ഈ ലൈവിൽ വന്നിട്ടുള്ള പഴയ മെമ്മറീസ് ഒന്ന് പറയാമോ? അപ്പം നമുക്കറിയാം ഇത് ഡ്യൂപ്ലി ആണെന്നോ ഒറിജിനൽ ആണെന്നോ. ഇത് ആ കരളല്ല കേട്ടോ, ഇത് ഡ്യൂപ്ലിയാണ് കരൾ. കമൻറ്റ് മുക്കിയില്ല, എല്ലാ കമൻറ്റും വായിക്കുന്നുണ്ട്. കരൾ സുഖമല്ലെന്ന് ചോദിക്കുന്നുണ്ട്. വേറെ ഇട്ടിട്ടുണ്ടോ നോക്കട്ടെ. ഷെഫ് നന്ദൂസേ ഇല്ല കരൾ നമ്മുടെ കരളാണെങ്കിൽ ഇങ്ങനെയല്ല പറയുന്നത്. ലൈക്ക് 28 മുന്താസ്. ഹായ് മുന്താസ് മുന്തു. എന്താ മുന്താസേ വിശേഷം? സുഖാണോ മുന്താസ് മുത്തേ? ചായ കുടിച്ചോ? ചുഗാണെന്ന് പറയുന്നുണ്ട് കരളിന്റെ കരൾ. കണ്ടതിൽ സന്തോഷം ബൈ പറയുന്നുണ്ട് നന്ദൂസ്. ഓക്കെ നന്ദൂസേ, സന്തോഷം കേട്ടോ. കരൾ ഹായ് പറയുന്നുണ്ട് മുന്താസ്. കരളെ എൻ്റെ പേര് പറയൂ. എൻ്റെ എന്തെങ്കിലും ഇവിടുത്തെ ഈ ലൈവിലുള്ള കഴിഞ്ഞു പോയ കരൾ കുറേ കാര്യങ്ങൾ ഇവിടുത്തെ അറിയാം. അപ്പോൾ അതിലേതെങ്കിലും ഒരു കാര്യം പറയുമോ? അപ്പോൾ എനിക്ക് മനസ്സിലാവും ഇത് നമ്മുടെ കരളാണോ അതോ ഡ്യൂപ്ലിക്കേറ്റ് കരളാണോ എന്ന്. ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട് മുന്താസ്. എനിക്ക് 12 മണിക്ക് ലൈവ്, 4:30 ലൈവ് എന്ന് പറയുന്നുണ്ട് മുന്താസ്. ഓക്കെ മുന്താസ്, ഒന്ന് കമൻറ്റിൽ ഇട്ടോളൂ. ഞാൻ വരാറുണ്ട്. ഇന്നലെ വന്നിട്ട് എങ്ങനെ കമൻറ്റ് ഇട്ടിരുന്നു. ഓക്കെ ബൈ. പോയല്ലേ. അപ്പോൾ ഇത് നമ്മുടെ കരളല്ല കേട്ടോ, ഇത് ഡ്യൂപ്ലേ ആണ്. ഇത് ഒറിജിനൽ അല്ല മക്കളെ, ഒറിജിനൽ അല്ല. നമ്മുടെ കരൾ ഇങ്ങനെയല്ല. എന്തെങ്കിലും പറയും തൻസി എന്ന് വിളിച്ചുകൊണ്ട് ഇവിടെ എന്തെങ്കിലും ചോദിക്കാതിരിക്കില്ല. അപ്പോൾ ഇത് ഡ്യൂപ്ലേ ആണ് സത്യം. എൻ്റെ ഒറിജിനൽ കരളാണ് തെസ്. ഇത് നിന്റെ കരളാണോ? ആഹാ, നിന്റെ ഡ്യൂപ്ലിക്കേറ്റ് കരളാണോ ഇത് നമ്മുടെ ലൈവിൽ വരുന്ന കരളല്ല കേട്ടോ. എൻ്റെ ഒറിജിനൽ കരളാണ് തെസ്. ആണോ? ഞാനാണോ നിന്റെ കരള്? കൊള്ളാലോ മുറു. കരള് ചായ കുടിച്ചോ? എൻ്റെ കരള് നീ അല്ലേ? നിന്റെ കരള് ഞാനാണോ? എൻ്റെ കരള് സത്താർ ബായി ആണ്. സത്താർ. ചായ കുടിച്ചോ മോനോ? ചായ കുടിച്ചോ? എന്താ കഴിച്ചേ? ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? സമയമായിട്ടുണ്ടാവില്ല അല്ലേ? മോളെ എന്ന് വിളിക്കുന്നുണ്ട് സജീന. എന്താ മുത്തശ്ശിയാണോ നീ? മോളെ എന്ന് വിളിക്കുന്നുണ്ട് എന്നെ. സജി, നമ്മൾ രണ്ടാളും ഒന്നല്ലേ, ഒരേ ഏജ് അല്ലേ? എന്നെ മോളെ എന്ന് വിളിക്കുമ്പോൾ ഇതാരാ വന്നിരിക്കുന്നത്? നമ്മുടെ സ്വന്തം മുഹമ്മദ് വന്നിട്ടുണ്ടല്ലോ. തൻസി എന്ന് വിളിക്കുന്നുണ്ട്. മുഹമ്മദ് മുത്തേ പൊന്നെ, എവിടെ ആയിരുന്നു മുഹമ്മദ്? എവിടെ ആയിരുന്നു? കോള് വന്നു എന്ന് പറയുന്നുണ്ട് സജീന. ആണോ? കോള് വന്നിട്ട് പോയതാണോ? തൻസി എന്ന് വിളിക്കുന്നുണ്ട് മുഹമ്മദേ, എന്താ വിശേഷം? സുഖാണോ? ഇനി പേര് വിളിക്കാണോ? തൻസി ഡി. ഇനി എന്താണല്ലേ തൻസി? ഇനി പേര് ഡി. സജി മോളെ മുത്തേ പൊന്നെ കല്ലേ. നിക്രു വന്നിട്ടുണ്ടല്ലോ. നിക്കറിട്ട നിക്രു. നീ നിക്കറിട്ടിട്ടുണ്ടോ നിക്രു? സത്യം പറ. അതോ പമ്പേഴ്സാണോ അത്? സജീന മതിയോ എന്ന് ചോദിക്കുന്നുണ്ട്. മുഹമ്മദ് 29 ലൈക്ക്. താങ്ക് യു മുഹമ്മദ്, താങ്ക് യു. നിക്കറിട്ട നിക്രു. സുഖല്ലേ സിസി എന്ന് ചോദിക്കുന്നുണ്ട്. സുഖമാണ് കേട്ടോ, സുഖമായിരിക്കണം.
ഡീപ്പ് നോക്ക്, നിക്കറുണ്ട്. അത് പമ്പേഴ്സ് ആണോ? ഡൗട്ട്. മുഹമ്മദ് ഇപ്പോൾ എന്നെ മറന്നു എന്ന് പറയുന്നുണ്ട്. ആണോ മുഹമ്മദേ? ഈ സജീനാനെ മറന്നോ? ഞാൻ വേറെ ലൈവ് പോയാൽ കോഴിയാകും. വേറെ ലൈവിൽ പോയാൽ കോഴിയാകുമോ? അതെന്താ മുഹമ്മദേ അങ്ങനെ പറയുന്നത്? എനിക്ക് മനസ്സിലായില്ലല്ലോ. തൻസി എന്ന് പറയുന്നത് സാഡാണ്. എന്ത് പറ്റി സജി? മുഹമ്മദ് മിണ്ടുന്നില്ലേ? മുഹമ്മദേ എന്താ മിണ്ടാത്തേ? അത് എന്നെയാണെന്ന് പറയുന്നുണ്ട് സജീന. അതെന്താ അങ്ങനെ പറയണേ? ഞാൻ ലൈവ് മുരു, ഞാൻ ഷോപ്പിലാണെന്നുണ്ട്. മുറുമുത്തേ കഴിച്ചോ? ചായ കുടിച്ചോ? എന്താ വിശേഷം? ഞാൻ ലൈവ് ആരെ ലൈവിലും പോണില്ല. അതെന്താ പോവാത്തെ മുഹമ്മദേ? എന്ത് പറ്റി? സജനത്താന്ന് വിളിക്കുന്നുണ്ട് നമ്മുടെ മുറുമുത്ത്. മുറു നീ കഴിച്ചോ? മുറുക്കാണോ കഴിച്ചത്? അതോ ചായയാണോ കുടിച്ചത്? എന്താ കുടിച്ചേ മുറു? ചായ കുടിക്കുന്നു. ആഹാ, ചായ. കടി എന്താ? ബ്രേക്ക്ഫാസ്റ്റ് എന്താണ്? നമ്മൾ ഇഡലി ഉണ്ട്, ചട്നി ഉണ്ട്, ദോശയുണ്ട്. ഒരു സാൻഡ്വിച്ച് ആണ് കഴിക്കുന്നത്. ഇഡലി സാമ്പാർ വേണോ കൽബേ? സാൻഡ്വിച്ച് എനിക്ക് ഇഷ്ടമാണ്, പക്ഷേ മോർണിംഗിൽ കഴിക്കാറില്ല. ഞാൻ നോക്കിയപ്പോൾ വേറെ ലൈവിൽ കണ്ടു, അങ്ങനെ തമാശ പറഞ്ഞു. ഇവനും തമാശ അറിയില്ല എന്ന് എനിക്കറിയില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. ആണോ? അങ്ങനെയാണ് ഉണ്ടായത്? മുറാദേ ഡാന്ന് വിളിക്കുന്നുണ്ട് സജീന. ബ്രേക്ക്ഫാസ്റ്റ് കുറിച്ച് കഴിഞ്ഞ് ആണല്ലേ? നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല കേട്ടോ. ചായ കുടിച്ചു. തെൻസി ആരുടെ കാര്യമാണ് എന്ന് പറയുന്നുണ്ട്. എന്താ പ്രവീണേ? ഏത് കാര്യ മനസ്സിലായില്ലല്ലോ. എനിക്ക് തെൻസി ലൈവ് മാത്രം മതി. ആണോ? അങ്ങനെ പറയല്ലേ മുഹമ്മദ്. നമ്മൾ എല്ലാവർക്കും സപ്പോർട്ട് കൊടുക്കണ്ടേ? എല്ലാവർക്കും സപ്പോർട്ട് കൊടുക്കണം കേട്ടോ. തൻസി ആരുടെ കാര്യമാണെന്ന് ചോദിക്കുന്നുണ്ട്. പ്രവീണേ എന്താ അങ്ങനെ പറയുന്നത്? ഞാൻ എല്ലാവരുടെ കാര്യം പറയുന്നുണ്ട്. ഏത് ഞാൻ പറയുന്നതാണോ? എനിക്ക് കമന്റ് വായിച്ചുകൊണ്ടിരിക്കുന്നു. കമന്റ് നോക്കൂ. സജീനത്ത സുഖല്ലേന്ന് ചോദിക്കുന്നുണ്ട് മുറു. തമാശ അറിയില്ല എന്ന കമന്റ് ആണോ? ആഹാ, തമാശ അറിയില്ല. അത് നമ്മുടെ സജീന പറയുന്ന കമന്റ് ആണ് കേട്ടോ. വേണ്ട നീ വരണ്ട മുഹമ്മദേ എന്ന് പറയുന്നുണ്ട് സജീന. മുറാദെ സുഖാണിടാ എന്ന് പറയുന്നുണ്ട് സജീന. സജീനത്ത ബി ചേച്ചി എവിടെ എന്ന് ചോദിക്കുന്നുണ്ട്. ബി ചേച്ചി എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ കുറേ ആയി വന്നിട്ട്, അങ്ങനെ കണ്ടപ്പോൾ പറഞ്ഞു സോറി മുഹമ്മദ് എന്ന് പറയുന്നുണ്ട് സജീന. എന്തൊക്കെയുണ്ട് വേറെ വിശേഷങ്ങൾ? സുഖാണോ? ഹായ് തെൻസി ചേച്ചി എന്ന് വിളിക്കുന്നുണ്ട് നമ്മുടെ രമ്യ മുത്തേ. ഗുഡ് മോർണിംഗ്. എന്താ വിശേഷം? സുഖാണോ? ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ? എന്താ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് പറയൂ. ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട് നമ്മുടെ രമ്യ. സോറി കേട്ടോ, കിച്ചണിലായതുകൊണ്ടാണ് ചെറിയ പാത്രത്തിൻ്റെ സൗണ്ടൊക്കെ ഉണ്ടാവും. 28ാമത്തെ ലൈക്ക്. താങ്ക് യു മുരു, താങ്ക് യു. മുരാദെ കുറേ ദിവസമായിടാ വിളിച്ചിട്ട് എന്ന് പറയുന്നുണ്ട് സജീന.
ഞാൻ ചായ കുടിക്കുന്നു എന്ന് പറയുന്നുണ്ട് രമ്യ. വേറെ ലൈവ് പോയി എൻ്റെ കാര്യം പറയുന്നത് എനിക്ക് ഇഷ്ടമാണെന്ന്. ഇഷ്ടമാണെന്നാണോ ഇഷ്ടമല്ല എന്നാണോ എന്താണ് മുഹമ്മദ്? വേറെ ലൈവ് പോയി എൻ്റെ കാര്യം പറയുന്നത് എനിക്ക് ഇഷ്ടമാണോ ഇഷ്ടമാണെന്നാണോ? ഇഷ്ടം എന്നാണ് കേട്ടോ എഴുതിയുള്ളത്. ലൈക്ക് 29 രമ്യ. ഓക്കെ, താങ്ക് യു. സജീനത്ത അതെന്താന്ന് ചോദിക്കുന്നുണ്ട് മോറു. ലൈക്ക് 29. ഓക്കേടാ, താങ്ക്സ് കേട്ടോ. ഇന്ന് ബിപിയെ വിളിക്കാം എന്ന് പറയുന്നുണ്ട്. ഇഷ്ടമല്ല തൻസി ആണോ? ഇഷ്ടമല്ല എന്ന് പറയുന്നത്. വേറെ ലൈവിൽ പോയി എൻ്റെ കാര്യം പറയുന്നത് ഇഷ്ടമല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ മുഹമ്മദ്. ഇന്ന് എന്താ കാപ്പി രാവിലെ എന്ന് ചോദിക്കുന്നുണ്ട്. ഇന്ന് ഇഡലിയാണെടാ മുത്തേ. ഇഡലി ഉണ്ട്, ചട്നി ഉണ്ട്, സാമ്പാറുണ്ട്, എല്ലാം ഉണ്ട്. ഇടയ്ക്ക് മെസ്സേജ് ഇട്ടു മുറോ എന്ന് പറയുന്നുണ്ട് സജീന. ഷെഫ് എന്താ ഇത് ഷെഫ്? ഇതെന്താ ഇങ്ങനെ ഫില്ലിങ് ദ ബ്ലാങ്ക്സ് പോലെ കുറേ സ്റ്റാർ ആണോ? ഇതെന്ത് സംഭവം? നിന്റെ കാര്യം എന്താ പറഞ്ഞേ മുഹമ്മദേ എന്ന് ചോദിക്കുന്നുണ്ട് സജീന. ഓഹോ, പൊളിച്ചു. നല്ല ചട്നി, സാമ്പാർ, ചമ്മന്തി കൂടെ ഉണ്ടാക്കിയാലോ രമ്യ? അടിപൊളിയായിരിക്കും അല്ലേ? നമ്മളെ റെഡ് കളർ ചമ്മന്തി അടിപൊളി. എൻ്റെ പൊന്നു, എൻ്റെ വായിൽ വെള്ളം വരുന്നു. ചമ്മന്തി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല റെഡ് കളറിലുള്ള ചമ്മന്തി ഇല്ലേ, ആ ചമ്മന്തി ഉണ്ടെങ്കിൽ ഇഡലി ഇങ്ങനെ പൊട്ടിച്ച് ഇങ്ങനെ മുക്കി മുക്കി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ? തമാശ പോലും അറിയില്ല എന്ന് പറയുന്നുണ്ട് സജീന. എന്നെ ഒന്ന് പിന്ന് ചെയ്യോ? പിന്നല്ല, പിൻ ചെയ്യാം കേട്ടോ. ഇനിയില്ല മുഹമ്മദേ എന്ന് പറയുന്നുണ്ട്. തമാശ പറഞ്ഞതാണോ എന്ന് മുഹമ്മദേ. സജീന തമാശ പറഞ്ഞതാണെന്ന്. എന്നെ എൻ്റെ കോഴി എന്ന് വിളിക്കണത് തമാശയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. കോഴി എന്നാണോ വിളിച്ചേ മുഹമ്മദിനെ? അച്ചോടാ, മുഹമ്മദിനെ വിളിച്ചോ കോഴിന്ന് വിളിച്ചോ? നമ്മുടെ സജീവ് കോഴിന്ന് വിളിച്ചോ? അതാണ് മുഹമ്മദിന് വിഷമായിട്ടുള്ളത് കേട്ടോ. രമ്യ കൊതി ഇറക്കല്ലേ കുരിപ്പേ, എനിക്ക് വയറിളക്കം വരും. അതേ തൻസി എന്ന് പറയുന്നുണ്ട്. ആണോ? അച്ചോടാ സജി മോളെ, എന്തിനു കോഴിന്ന് വിളിച്ചേ? കോഴിത്തരം കാണിച്ചോ മുഹമ്മദ്? പിന്നെ എന്തേ വിളിച്ചു? മോളെ അങ്ങനെയല്ല എന്ന് പറയുന്നുണ്ട് സജീന. ശ്രീധരൻ പാറപ്പാടം. ഹായ് ശ്രീധരൻ, ഗുഡ് മോർണിംഗ്. 30ാമത്തെ ലൈക്ക്. ഓക്കെ, താങ്ക് യു ശ്രീധര. എന്താ വിശേഷം? സുഖമായിരിക്കുന്നോ? ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ ശ്രീധരൻ? ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ ശ്രീധര? മോളെ അങ്ങനെയല്ല എന്ന് പറയുന്നുണ്ട് സജീന. എന്താ ഉണ്ടായേ സജീന? അത് പറഞ്ഞു കൊടുക്കും മുഹമ്മദിന് എന്തോ വിഷമായിട്ടുണ്ടെന്ന് തോന്നുന്നു. കഴിച്ചോ? ഞാൻ കഴിച്ചിട്ടില്ല ശ്രീധരൻ ചേട്ടാന്ന് വിളിക്കുന്നുണ്ട്. ശ്രീധരൻ ചേട്ടാ കഴിച്ചിട്ടില്ല. ഞാനിതാ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇഡലി ഉണ്ടാക്കിയിട്ടുണ്ട്, ദോശയുണ്ട്, സാമ്പാറുണ്ട്, ചട്നി ഉണ്ട്. കഴിച്ചോ? ഞാൻ കഴിച്ചു എന്ന് പറയുന്നുണ്ട്. ചേട്ടൻ കഴിച്ചല്ലേ? ഞാൻ ചേട്ടാന്ന് വിളിക്കുന്നുണ്ട്. ഞാൻ ചാനലിൽ ചേട്ടനാണോ അതോ അനിയനാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ചേട്ടാന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ആരെ ലൈവ് പോകുന്നത് പോവാതിരിക്കുന്നത് എൻ്റെ ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട് മുഹമ്മദ്. ഞാൻ ദോശ ചമ്മന്തി ആണോ? അപ്പൊ നമ്മൾ രണ്ടുപേരും സേമിച്ച് ചേട്ടാ. ദോശ ഇവിടെ ഉണ്ട് കേട്ടാ. ഇവിടെ എന്താന്ന് ചോദിക്കുന്നുണ്ട്. ഇവിടെ ദോശയാണ്. ഷെഫേ ദോശയുണ്ട്, ഇഡലി ഉണ്ട്. വേണോ?
എന്ത് വേണേലും വിളിച്ചോന്ന് പറയുന്നുണ്ട് ചേട്ടൻ. നീ അവിടെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു മുഹമ്മദ് ഇവിടെ ഉണ്ടല്ലോ എന്ന് തമാശ പറഞ്ഞതാണ്. മുഹമ്മദ് തമാശ പറഞ്ഞതാണ് കേട്ടോ സജിന. അത് കോഴി എന്ന് വിളിക്കുന്നത് ശരിയാണോ എന്ന് ചോദിക്കുന്നത്. അതിന് കോഴി എന്ന് വിളിക്കുന്നത് ശരിയാണോ എന്ന് ചോദിക്കരുത് മുഹമ്മദ്. സജീന ഹായ് പറയുന്നുണ്ട് കേട്ടോ. ശ്രീധരൻ ചേട്ടൻ അത് ഇങ്ങനെ പിണക്കക്കാരൻ എന്ന് അറിയില്ല എന്ന് പറയുന്നുണ്ട് സജീന. ഓക്കെ മുഹമ്മദേ, നിന്റെ ഇഷ്ടം തന്നെ എന്ന് പറയുന്നുണ്ട് സജീന. ഞാൻ കോഴിത്തരം കാണിച്ചു അവിടെ എന്ന് ചോദിക്കുന്നുണ്ട് മുഹമ്മദ്. തമാശ പറയുന്നത് പോലും അറിയില്ല എന്ന് പറയുന്നുണ്ട് സജീന. സൺഡേ എന്താ പരിപാടി എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ രമ്യ. സൺഡേ ഇന്ന് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഇന്ന് വീട്ടിലിരിക്കുന്നു എല്ലാവരും കൂടെ. സൺഡേ എന്താ പരിപാടി? ഇന്ന് ചുമ്മാ വീട്ടിലിരിക്കുകയാണ് മുത്തേ. മതി മുഹമ്മദേ നിർത്തി എന്ന് പറയുന്നുണ്ട് സജീന. ഞാൻ വിളിച്ചെങ്കിൽ സോറി പറഞ്ഞു എന്ന് പറയുന്നുണ്ട് സജീന. ഞാൻ ഇല്ല പോയാൽ നല്ല കമന്റ് മാത്രം ഇടാറുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഞാൻ എല്ലായിടത്തും പോയാൽ നല്ല കമന്റ് മാത്രമേ ഇടാറുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഇനി സംസാരിക്കണ്ട എന്ന് പറയുന്നുണ്ട് സജീന. ആടിയായോ എന്ന് ചോദിക്കുന്നുണ്ട്. അല്ലടാ, അതൊരു തെറ്റിദ്ധാരണയാണ് കേട്ടോ, പറഞ്ഞു തീർക്കുവാണ്. ഞാൻ പോണു തെൻസി. പോവല്ലേ സജി, അവിടെ നിക്ക്. പോവല്ലേ, എന്തിനാ പിണങ്ങി പോകുന്നേ? അങ്ങനെ പോവല്ലേ. രേഷു ഹായ് മുത്തേ, ഗുഡ് മോർണിംഗ്. ഇത് എന്താ ഇപ്പോ? ഇന്ന് എന്താ ഇപ്പോന്ന് ചോദിക്കുന്നുണ്ട്. ഇത് ഇന്ന് സ്റ്റാർട്ടിങ്. ഇന്നല്ലടാ മുത്തേ, 2 ദിവസമായി തുടങ്ങിയിട്ടാ. ഈ സമയത്ത് ഇത് എന്താ ഇപ്പോന്ന് ചോദിക്കുന്നുണ്ട്. ഈ സമയത്ത് ഇടാറില്ല, പക്ഷെ സ്റ്റാർട്ടിങ് ആണ്. ഞാൻ തുടങ്ങിയിരിക്കുകയാണ് 2 ദിവസമായിട്ട്. ഗുഡ് മോർണിംഗ്, എന്താ വിശേഷം? ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ രേഷു? സജീന പോയല്ലേ, അവിടെ നിക്ക്. ഈ ടൈം ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഈ ടൈം ഇടാറില്ല മുത്തേ, 2 ദിവസമായിട്ട് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഫസ്റ്റ് മറ്റേ ചാനൽ ഉണ്ടല്ലോ, ആ ചാനൽ ഞാൻ ഈ സമയത്തൊക്കെ ലൈവ് ഇട്ടിരുന്നു. ഈ സമയത്തും ഉച്ചയ്ക്കും കുറേ സമയം ഇട്ടിരുന്നു. എനിക്ക് പെട്ടെന്ന് വാച്ച് ഓവർ ആക്കാൻ പറ്റി. പക്ഷേ ഇതിന് അങ്ങനെ ട്രൈ ചെയ്യാണ് ഞാൻ. യെസ്, ചപ്പാത്തി എഗ് ഓംലെറ്റ് ആണല്ലേ, എളുപ്പമായി. സജീന മറന്നു നിങ്ങളെയൊക്കെ കാഫുമല ലൈവിൽ നിന്ന് കൂട്ടാക്കിയതാണെന്ന് പറയുന്നുണ്ട്. ആണോ? കാഫുമല കണ്ട പൂങ്കാറ്റ് അല്ലേ, നല്ല പാട്ടല്ലേ അത്. ബൈ പറയുന്നുണ്ട് സജീന. പോവല്ലേ സജി, അവിടെ നിൽക്ക്, കുറച്ച് നേരം കഴിഞ്ഞിട്ട് പോവാം. അങ്ങ് ഒരാളെ കോഴിന്ന് വിളിക്കുന്നത് തമാശയാണോ എന്ന് ചോദിക്കുന്നുണ്ട് മുഹമ്മദ്. കാര്യം പറഞ്ഞു തീർക്കുക, എന്നിട്ട് നമ്മൾ പിണങ്ങാതിരിക്കുക, അത്രയേ ഉള്ളൂ. ഞാൻ നാളെ രാവിലെ 9 മണിയാവുമ്പോൾ ലൈവ് തുടങ്ങാം എന്ന് വിചാരിക്കുന്നു. ആണോ രമ്യ? വരാം കേട്ടോ. എന്താ അഭിപ്രായം? എടാ, നല്ല അഭിപ്രായമാണ്. നമുക്ക് എപ്പോൾ ഫ്രീ കിട്ടുന്നോ ആ സമയം നമ്മൾ കണ്ടെത്തി ലൈവ് ഇടുക, എന്നിട്ട് പെട്ടെന്ന് തന്നെ വാച്ച് അവർ കംപ്ലീറ്റ് ആക്കുക കേട്ടോ. അതാണ് നല്ല അഭിപ്രായമാണ്. നമുക്ക് ഫ്രീ എപ്പോൾ കിട്ടുന്നോ അപ്പോഴൊക്കെ നമ്മൾ ലൈവ് ഇട്ടിട്ട് വാച്ച് അവർ കംപ്ലീറ്റ് ആക്കുക. അത് എന്താ അവിടെ സൗണ്ട്? അത് പാത്രമാണെടാ, കിച്ചണിലാണ് ഞാനിപ്പോൾ ഉള്ളത്. നല്ല സൗണ്ട് കേൾക്കാനുണ്ടല്ലേ?
ഒരു നേരം മാത്രം ഇട്ടാൽ ശരിയാവില്ലല്ലോ. ഇല്ല, 2-3 നേരമൊക്കെ ഇടണം, എന്നാലേ ശരിയാവുള്ളൂ കേട്ടോ. എന്നാലേ വാച്ചവർ ആക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പറ്റില്ല. ശരി ചേച്ചിക്കുട്ടി എന്ന് പറയുന്നുണ്ട്. ഇവനും ഒരു ചെറിയ കാര്യം മതി എന്ന് പറയുന്നുണ്ട്. രണ്ടുപേരും പിണങ്ങാതെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. ഓക്കെ, നീറ്റാ മുത്തേ, ചിന്നോ നീറ്റാ, മുഖം കഴുകുക, ചായ തരാം. നോക്കട്ടെ, പോരാ. എന്നിട്ട് ഉറക്കം മതിയായാലും ചായ തരാം കേട്ടാ. മുഖം കഴുകിട്ടോ. ഇല്ലില്ല, മോള് ഫ്രഷ് ആയിട്ട് വായ, വന്നമ്മ ചായ തരാം കേട്ടാ. ഉറക്കം മതിയായിട്ട് വാ. ഓക്കെ തൻസി എന്ന് പറയുന്നുണ്ട് മുഹമ്മദ്. അന്ന് തന്നെ നീ കമൻറ്റ് വായിച്ചില്ല എന്ന് പറഞ്ഞാണ് പിണങ്ങിപ്പോയതെന്ന് പറയുന്നുണ്ട്. രേഷു പറയുന്നുണ്ട് കുറേ ആളുകളുണ്ടെങ്കിൽ 1 ടൈം മതി, ബട്ട് ആളുകൾ കുറവാണ് എങ്കിൽ 2-3 ഒക്കെ ഇട്ടോ ലൈവ് എന്ന് പറയുന്നുണ്ട് രേഷു. അതെ, കുറേ ആൾക്കാരുണ്ടെങ്കിൽ ഓക്കെ, അപ്പം നമുക്ക് പിന്നെ ഒരു സമയം ഇട്ടാൽ മതി. ആയി പോലെ തന്നെ മോള് വിണ്ടില്ല എന്ന് പറഞ്ഞു പിണങ്ങി എന്ന് പറയുന്നുണ്ട്. തൻസി മതിയാക്കാൻ പറ എന്ന് പറയുന്നുണ്ട് സജീന. പിണക്കം മാറ്റൂരുണ്ടാണ് കേട്ടോ മുഹമ്മദേ. പിണക്കം മാറ്റി, ആരും പിണങ്ങണ്ട, രണ്ടുപേരും പിണങ്ങണ്ട. അത് ചിലപ്പോൾ മുഹമ്മദിന് വിഷമായി കാണും സജീന, അതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞപ്പോൾ ചിലപ്പോൾ വിഷമായിട്ടുണ്ടാവും. പിണങ്ങണ്ട കേട്ടോ, രണ്ടുപേരും കൂടെ സെറ്റായിട്ട് പോകും. ഹായ് അഷ്റഫ് ഐഫോൺ. ഹായ് ഇത്താന്ന് വിളിച്ച് സ്നേഹം തരുന്നുണ്ട് അഷ്റഫേ. ഹായ്, എന്താ വിശേഷം? സുഖാണോ അഷ്റഫ്? ചായ കുടിച്ചോ? ഗുഡ് മോർണിംഗ്. നിലപാടിൻ്റെ രാജകുമാരൻ സബ് ചെയ്തു വാ ബ്ലൂ ഉള്ളവർ എന്ന് പറയുന്നുണ്ട് നിലപാടിൻ്റെ രാജകുമാരൻ. എനിക്ക് നീ വരണമെന്ന് നിർബന്ധമില്ല എന്ന് പറയുന്നുണ്ട് സജീന. അങ്ങനെ പറയല്ലേ മുത്തേ. പിണങ്ങണ്ട രണ്ടുപേരും കേട്ടാ. നല്ല സ്നേഹത്തോടെ വേണം ഇവിടെ നിന്ന് പോകാനായിട്ട്. ഓക്കെ, പിണങ്ങാതെ പോവും. സജന സബ്ബാക്കു പെണ്ണെ സുന്ദരി എന്ന് പറയുന്നുണ്ട് നിലപാടിൻ്റെ രാജകുമാരൻ. കേൽ ഹായ് പറയുന്നുണ്ട്. ഹായ് കേൽ ഹായ്, ഗുഡ് മോർണിംഗ് രാജകുമാര, ഗുഡ് മോർണിംഗ്. അവനെല്ലാം പിണക്കം തന്നെയെന്ന് പറയുന്നുണ്ട് സജീന. പിണക്കം മാറ്റിയിട്ട് പോകണം കേട്ടോ രണ്ടുപേരും. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷമാണ് കേരളേ, സുഖമായിരിക്കുന്നു. അവിടെ എന്താ വിശേഷം? സുഖാണോ? രമ്യ സബ് ചേച്ചി എന്ന് പറയുന്നുണ്ട് കുമാരൻ. മുഹമ്മദെ കുറേ ആയി കാണുന്നു എന്ന് പറയുന്നുണ്ട് സജീന. ലൈക്ക് ഡൺ പറയുന്നുണ്ട് കേൽ. മുഹമ്മദെ പിണങ്ങി പോവല്ലേ കേട്ടോ, മിണ്ടിയിട്ട് പോണം കേട്ടോ. എനിക്ക് സുഖം, പനിച്ചിട്ട് വീട്ടിൽ കിടക്കണം. അയ്യോടാ, പനിയാണോ? ഡോക്ടറെ കാണിച്ചോ? മെഡിസിൻ കഴിക്കണം കേട്ടോ. പനിയാണെങ്കിൽ നന്നായിട്ട് റെസ്റ്റ് എടുക്കണം. മെഡിസിൻ കഴിക്കുക, ഡോക്ടറെ കാണിക്കുക, എല്ലാം ചെയ്യണം കേട്ടോ. ഇപ്പോഴത്തെ പനിയല്ലേ, നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. പനിയുണ്ടെങ്കിൽ ഡോക്ടറെ കാണിച്ചിട്ട് മെഡിസിൻ കഴിക്കുക, റെസ്റ്റ് എടുക്കുക. ഓക്കെ, നന്നായിട്ട് വെള്ളം കുടിക്കുക, ആവി പിടിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. നിലപാട് ഓക്കെ എന്ന് പറയുന്നുണ്ട് സജീന. ഞാൻ തെൻസി ലൈവിൽ വന്ന് പോകും, വരാതിരിക്കും, അത് എൻ്റെ ഇഷ്ടമാണ്. അത് നീ പിണങ്ങല്ലേ മുഹമ്മദേ, പിണങ്ങാതെ പറ. പിണങ്ങി പോവല്ലേ രണ്ടാളും. ഹായ് മുത്തേ എന്ന് പറയുന്നുണ്ട്. ഹായ്, ഇതാരാ വന്നിരിക്കുന്നത്? നമ്മുടെ പവിത്രക്കുട്ടി വന്നല്ലോ. പവിത്രക്കുട്ടി, ഗുഡ് മോർണിംഗ്. നേരത്തെ വന്നിട്ടുണ്ടായിരുന്നില്ലേ പവിത്ര? വന്നിട്ട് പോയതാണല്ലോ അല്ലേ? നേരത്തെ വന്നിരുന്നില്ലേ? മോർണിംഗില് രാവിലെ വന്നതല്ലേ, വന്നിട്ട് പോയതല്ലേ? ചായ കുടിച്ചോ? ഇല്ല പൊന്നെ, കുടിച്ചിട്ടില്ല, കുടിക്കണം. എന്താണ് സൺഡേ സ്പെഷ്യൽ എന്ന് ചോദിക്കുന്നുണ്ട്. ഇന്നത്തെ സ്പെഷ്യൽ ഇഡ്ഡലിയാണ്, ദോശയുണ്ട്. പിന്നെ ഉച്ചയ്ക്ക് എന്താണെന്ന് വെച്ചാൽ ചിക്കൻ ഇരിപ്പുണ്ട് ഫ്രിഡ്ജിൽ, പക്ഷേ ഫിഷ് വാങ്ങണം, പുറത്ത് പോയിട്ട് വാങ്ങണം. നിലപാട് സബ് ഓക്കെ എന്ന് പറയുന്നുണ്ട് സജീന.
ഇല്ല മുത്തേ, ഞാനിപ്പോ വന്നതാണ്. ആണോ? ഇപ്പൊ വന്നതാണ്. ഇന്നലെ രാത്രി കുറെ കഴിഞ്ഞ് പോയില്ലേ, അതുകൊണ്ട് ആ ഓർമ്മയിലാണ് കേട്ടോ ചോദിച്ചത്. ചെറുതായിട്ടൊന്ന് മഴ നനഞ്ഞതേ ഉള്ളൂ. 3 ദിവസം കിടപ്പിലായി. മരുന്നൊക്കെ കഴിച്ചു. ഇപ്പോൾ വീട്ടിൽ റെസ്റ്റ് ആണെന്ന് പറയുന്നുണ്ട്. ആണോ? അയ്യോ, മഴ നനയുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. കൊടയൊക്കെ എടുക്കാൻ മറക്കല്ലേ. എന്താ ഇവിടെ പ്രശ്നം തൻസി എന്ന് ചോദിക്കുന്നുണ്ട്. അത് ചുമ്മാ ഒരു സൗന്ദര്യമായിട്ടുള്ള പിണക്കാണ് രേഷു. ഒത്തിരി ജോലി ഉണ്ടായിടാ. ഇന്നലെയും കുറേ ലേറ്റ് ആയിരുന്നു അല്ലേ എന്ന് പറയുന്നുണ്ട്. അതെ, ഇന്നലെ ലേറ്റ് ആയിട്ടാ, നമ്മൾ കുറേ സംസാരിച്ചില്ലേ. അതിനെനിക്കെന്താ നീ വരുന്നതിനെന്ന് ചോദിക്കുന്നുണ്ട് സജീന. ഗുഡ് മോർണിംഗ് കുഞ്ഞേച്ചി. ഹായ് ഗോകുലേ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് വിശേഷം? സുഖാണോ ഗോകുൽ? ഹായ് പറയുന്നുണ്ട് ഗോകുൽ. ഗോകുൽ ഗുഡ് മോർണിംഗ്. എന്താ വിശേഷം? ഗുഡ് മോർണിംഗ് ഗോകുൽ. ചായ കുടിച്ചോ? ആദ്യമായിട്ടാണോ ഗോകുലേ നമ്മുടെ ലൈവിൽ? വെൽക്കം. മുന്നേ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടല്ലേ. വെജ് കട്ട് ചെയ്യുവാണോ? എങ്ങനെ മനസ്സിലായി? വെജ് അല്ലടാ മുത്തേ, സവാളയാണ് കട്ട് ചെയ്യുന്നത് കേട്ടാ. സവാള കട്ട് ചെയ്യുന്നു. എങ്ങനെ മനസ്സിലാക്കി കൊച്ചു കള്ളി? ബ്ലൂടൂത്ത് വെച്ചിട്ടുണ്ടോ? എന്താണ് കഴിക്കാനെന്ന് ചോദിക്കുന്നുണ്ട്. ഇഡലി ഉണ്ട്, സാമ്പാറുണ്ട്, ചട്നി ഉണ്ട്, ദോശയുണ്ട് കേട്ടോ. കാരണം ഒരാൾക്ക് ഇഡലി കഴിക്കാത്ത ആളുണ്ട്, ആ ആൾക്ക് ദോശയാക്കി. ആ ആള് ദോശയാക്കിയേ കഴിക്കും. ഇത് സെയിം മാവെടുത്ത് ദോശ ഉണ്ടാക്കിയേ കഴിക്കും. പക്ഷെ ഇഡലി കഴിക്കൂല. സൗണ്ട് കേൾക്കാന്ന് പറയുന്നുണ്ട്. ഓക്കേടാ. ഞാൻ കിച്ചണിലാകുമ്പോഴേ നമ്മുടെ പണി നടക്കുമല്ലോ, അതുകൊണ്ട് ഇവിടെ നിന്നതാ. ഞാൻ ഇവിടെ ആയിരുന്നില്ല, ഞാൻ പുറത്ത് നിന്നോണ്ടല്ല വിട്ടിരുന്നേ. ഇങ്ങത്താ, ഞാൻ അരിഞ്ഞു തരാം. അച്ചോടാ, വേണ്ട മുത്തേ, ഞാൻ അരിഞ്ഞോളാം കേട്ടോ. ശുഭദിനം മുത്തേ. ലൈക്ക് 33. ഹായ്, നമ്മുടെ സിബി മുത്ത് വന്നല്ലോ. ശുഭദിനം. നമസ്കാരം ഉണ്ട് കേട്ടോ സിബി. കിച്ചണിലാണ്, അപ്പൊ അതുകൊണ്ട് ഇവിടെ കട്ടിങ്ങും പിന്നെ എന്താ പറയാ ഫ്രൈയും എല്ലാം നടക്കുന്നുണ്ട്. നോ ബ്ലൂടൂത്ത്. സൗണ്ട് ക്യാച്ച് ചെയ്തതാണല്ലേ രേഷു. ഹായ് സിബി എന്ന് വിളിക്കുന്നുണ്ട് മുഹമ്മദ്. രമ്യ കൂട്ടാക്കിട്ടോ എന്ന് പറഞ്ഞ് 3 ഫ്ലവർ കൊടുക്കുന്നുണ്ട് കേട്ടോ സിബി. എനിക്ക് ഇഷ്ടമുണ്ടായിട്ട് നനഞ്ഞ് നല്ല ബൈക്കിൽ പോകുമ്പോൾ ശക്തമായ മഴ, കയറി നിൽക്കാൻ ഒരു സ്ഥലവും കിട്ടിയില്ല. പിന്നെ അങ്ങ് നനഞ്ഞു എന്ന് പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. ഇപ്പം എന്തായി? അവസാനം കിടക്കേണ്ടി വന്നില്ലേ? അതാണ്, നല്ല ഇഷ്ടമുള്ള മഴയായാലും എന്താണെങ്കിലും മഴ നനയുമ്പോൾ പണി കിട്ടും. ഇവൻ്റെ തനി സ്വഭാവം പുറത്തു വന്നു. അനിയൻ ചായ കുടിച്ചു കുഞ്ഞേച്ചി. ഇതിനു മുന്നേ അനിയൻ കുഞ്ഞേച്ചിയുടെ ലൈവിൽ വന്നിട്ടുണ്ട്. ആണോ ഗോഗു? എനിക്ക് ഓർമ്മയുണ്ട്, ഇപ്പോൾ ഓർമ്മ വന്നു കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഗോഗു വന്നിട്ടുണ്ട് എന്ന്. ചെറിയൊരു ഓർമ്മക്കുറവ് വന്നതാണ് കേട്ടോ, സോറിടാ. സിബി സുഖാണോ എന്ന് ചോദിക്കുന്നുണ്ട് മുഹമ്മദേ മുത്തേ നമസ്കാരം പറയുന്നുണ്ട് സിബി. ഓക്കെ സിബി എന്ന് പറയുന്നുണ്ട് നമ്മുടെ രമ്യ. പിന്നെ കൂട്ടാക്കി എന്ന് പറയുന്നുണ്ട് ലവ്. തൻസി ഓക്കെ എന്ന് പറയുന്നുണ്ട് സജീന മുത്തേ പോവുകയാണോ നീ? പിണങ്ങി പോകരുത് കേട്ടോ. എന്നെ അറിയോ സിബി എന്ന് ചോദിക്കുന്നുണ്ട് മുഹമ്മദ്. മോളെ ജോലിയിലാണ്, ബൈ പറയുന്നുണ്ട് സജീന. ഓക്കേടാ, എന്നാ പോയി വരൂ കേട്ടോ, ജോലി നടക്കട്ടെ. ഓക്കെ. മുഹമ്മദ് അറിയും, നമ്മുടെ ചങ്കല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് സിബി. പിന്നെ അല്ല, മുഹമ്മദ് എല്ലാവരുടെ ചങ്കാണല്ലേ. സപ്പോർട്ട് കൊടുക്കുന്ന നല്ലൊരാളാണ് കേട്ടോ സിബി. നല്ല സപ്പോർട്ടിങ് ആണ്. ചേച്ചി പെണ്ണിന്റെ സംസാരം കേൾക്കാൻ സൂപ്പറാണെന്ന് പറയുന്നുണ്ട് രമ്യ. ആണോ രമ്യ? താങ്ക് യു മുത്തേ. നമ്മുടെ സത്ത് എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് സിബി. സത്തു ദേ ജിമ്മിൽ നിന്ന് വന്ന പാടെ കിടക്കും. എന്നിട്ട് ഇനി 12 മണി കേട്ടോ. ഇനി 12 മണി വരെ സുഖമായിട്ട് ഉറങ്ങും. വന്ന പാടെ ഒരു ടീ കുടിക്കും. പുള്ളി 8:30 ആകുമ്പോൾ എത്തും. കാരണം അവിടെ സ്റ്റുഡൻ്റ് ഉണ്ട്, ആ സ്റ്റുഡൻറ്റിനെ ഏൽപ്പിച്ചിട്ട് വരും. അപ്പോൾ 8:30 വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഒരു ചായ കുടിച്ചൊരു കിടത്തം. ആ കിടത്തം പിന്നെ എണീക്കുന്നത് 12:30-ക്കാണ്. ആ 12:30-ക്ക് എണീറ്റിട്ട് പുള്ളി ഫുഡ് കഴിക്കുക. പൊക്കി പറഞ്ഞതല്ല കേട്ടോ എന്ന് പറയുന്നുണ്ട്. ഓക്കെ രാമത്തെ, താങ്ക്സ് കേട്ടോ. ഇത് നമ്മുടെ പഴയ ആറ്റിങ്ങൽ ബ്രോ അല്ലേ? പിന്നെ അല്ല, നമ്മുടെ പഴയ ബ്രോ അല്ലേ, എപ്പോഴും പഴയതല്ല, പുതിയത് നല്ല പഴയതല്ല, നമ്മൾ ആദ്യത്തെ ബ്രോ തന്നെയാണിത്. സിബിമുത്ത്. അതേ സിബിമുത്ത് എന്ന് പറയുന്നുണ്ട് മുഹമ്മദ്. അനിയൻ മിക്ക ദിവസവും അമ്പലത്തിൽ പോകും. അമ്പലത്തിൽ പോകുമ്പോൾ കുഞ്ഞേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. ആണോ? എനിക്ക് വേണ്ടിയിട്ടോ? സത്യം പറ ശരിക്കും. താങ്ക്സ് കേട്ടോ ഗോകുലേ. ഹായ് രമ്യ സുഖാണോ എന്ന് ചോദിക്കുന്നുണ്ട് നൗഫൽ. വേറെ എന്താ വിശേഷം സിബി എന്ന് ചോദിക്കുന്നുണ്ട് മുഹമ്മദ്. നമ്മുടെ സത്ത് പുലിയാണ്. പിന്നെ അല്ല, പുലിയല്ല, പുലിയാണ്. പാവാണ് കേട്ടോ സിബി.
സത്തു ഒരു ഹാസ്യ കഥാപാത്രമാണ് ചിലരുടെ മുന്നിൽ. പക്ഷെ ചിലർക്ക് പുള്ളിക്കാരന്റെ ബോഡിയൊക്കെ കാണുമ്പോൾ ഭയങ്കര ദേഷ്യക്കാരനാണെന്നൊക്കെ തോന്നും കേട്ടോ. കുറെ പേര് പറയാറുണ്ട് ദേഷ്യക്കാരനാണെന്ന് വിചാരിച്ചു എന്നൊക്കെ പറയും. പക്ഷേ പുള്ളിയുടെ യഥാർത്ഥ സ്വഭാവം അറിയുന്നവർ അങ്ങനെ പറയില്ല. കേൽ മഴയാണ്, ചിരിക്കാണല്ലേ, സോറി ചിരിയാണല്ലേ, ചിരിക്കുന്നുണ്ട് കേല്. ഗോൾഗുത്തി ഹായ് പറയുന്നുണ്ട്. ഹായ് ഗോൾഗുത്തി, എന്താ വിശേഷം ഗോൾഗുത്തി, സുഖാണോ? ലൈക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു ഗോൾഗുത്തി. ഹായ് പറയുന്നുണ്ട് നമ്മുടെ ഗോൾഗുത്തി. ഹായ് നൗഫിലെ, സുഖാണെന്ന് പറയുന്നുണ്ട് രമ്യ. മുഹമ്മദ് വീട്ടിൽ സുഖാണോ സിബി എന്ന് ചോദിക്കുന്നുണ്ട്. ആറ്റിങ്ങൽ ബ്രോയുടെ ലൈവിൽ പോയിട്ടുണ്ടോ? സിനിമ നടന്മാർക്ക് പോലുമില്ല ഇത്രയും കോസ്റ്റ്യൂംസ്. അത് ശരിയാണ് കേട്ടോ കേളെ, നമ്മുടെ അതിൽ ആരാധകനാണ്. നമ്മളുടെ ഫാൻസ്. ഞാനൊക്കെ സിബിയുടെ വലിയ ഫാനാണ് കേട്ടോ. എന്നും പോവാറുണ്ട് ലൈവിൽ. എന്നെ എല്ലാവരും ഒന്ന് കൂട്ടാക്കണേ, ഒരു സപ്പോർട്ട് എന്ന് പറയുന്നുണ്ട് രമ്യ. സിബി പുലി പിന്നെ അല്ല. സിബിയുടെ കോസ്റ്റ്യൂം ആണെങ്കിലും സിബിയുടെ ലൈവ് സ്റ്റൈലാണെങ്കിലും എല്ലാം സൂപ്പറാണ്. കേൽ ബ്രോ അടിപൊളിയാണ്. നമ്മളെല്ലാം അവിടെ ഇങ്ങനെ ലൈവിനായിട്ട് കാത്തിരിക്കുകയാണ് കേട്ടോ. അവിടുന്ന് നല്ല സപ്പോർട്ടിങ് ആണ് സിബി. മാത്രമല്ല സിബിൻ്റെ ലൈവ് അതൊരു പ്രത്യേക വൈബാണ്. എന്നെ എല്ലാവരും ഒന്ന് കൂട്ടാക്കണേ, ഒരു സപ്പോർട്ട് എന്ന് പറയുന്നുണ്ട് രമ്യ. എല്ലാവരും കൂട്ടാക്കും കേട്ടോ. അതിനെല്ലാം ഇവിടെ പിന്നാക്കി വെക്കണേ. ചായ എടുക്കണേ മോനെ? ആയാ തരാമേ. അനിയൻ നുണ പറയില്ല, സത്യമായിട്ടും അമ്പലത്തിൽ പോകുമ്പോൾ കുഞ്ഞേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് അനിയൻ എന്ന് പറയുന്നുണ്ട്. ആണോ? എനിക്ക് വേണ്ടിട്ടോ? എന്നെ ഓർത്ത് വെച്ചിട്ട് പ്രാർത്ഥിക്കാറുണ്ടോ? സത്യം, താങ്ക്സ് കേട്ടോ. ഹായ് മുത്തേ, ഞാൻ പഴയ ആറ്റിങ്ങലാണ് കേട്ടോ എന്ന് പറയുന്നുണ്ട് സിബി. കേൾ ചിരിക്കുന്നുണ്ട് കേട്ടോ. മോനെ കുഞ്ഞേച്ചി എല്ലാവർക്കും ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട് സിബി. ആണോ സിബി? താങ്ക് യു, താങ്ക് യു. ഓക്കെ ബൈ പറയുന്നുണ്ട് മുഹമ്മദേ പോവാണോ? എന്താ പെട്ടെന്ന് പോണേ? ചേച്ചി പുതിയ ആളാണോ ലൈവിൽ എന്ന് ചോദിക്കുന്നുണ്ട്. അല്ല, പുതിയ ആളല്ല. നമുക്ക് വേറെ ഒരു ചാനലുണ്ട്, അതിൽ നമ്മൾ പഴയ ആളായിരുന്നു. പക്ഷെ ഇപ്പൊ ഈ ചാനലിൽ പുതിയ ആളാണ് കേട്ടോ. കുറച്ച് ദിവസമായിട്ടുള്ളൂ. കുഞ്ഞേച്ചി ഫാൻസ് ഉണ്ട് കേട്ടോ തസ്നി എന്ന് പറയുന്നുണ്ട്. ആണോ? താങ്ക് യു. സിബി ഹായ് പറയുന്നുണ്ട് പ്രവീൺ. സിബി ഹായ് പറയുന്നുണ്ട്. ഓക്കെ, ഞാൻ കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറയുന്നുണ്ട്. കേൾ പ്രവീൺ മുത്തേ എന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ. സിബി ഞാൻ പറയുന്ന സോങ്സ് ഒന്നും നോക്കുന്ന പോലും ഇല്ല, ഇനി പറയില്ലേ സിബി എന്ന് പറയുന്നുണ്ട് പ്രവീൺ. ഗോകുൽ ഹായ് പറയുന്നു. ഹായ് ഗോകുലേ, എന്താ വിശേഷം പറയൂ. ഞാൻ എൻ്റെ ഫ്രണ്ട്സുകളെ നോക്കി ഇറങ്ങിയതാണ്, പക്ഷെ ആരെയും കാണുന്നില്ല എന്ന് പറയുന്നുണ്ട്. ആണോ? ഇപ്പൊ ഇനി ഇവിടെ കുറെ ഫ്രണ്ട്സ് ഉണ്ടാവോ കേട്ടോ. പ്രവീൺ അങ്ങനെ ഉണ്ടായോ? പിണങ്ങല്ലേ മുത്തേ എന്ന് പറയുന്നുണ്ട്. അതെ, കാണാഞ്ഞിട്ടായിരിക്കും അല്ലേ സിബി? അല്ല സിബി ഒന്ന് രണ്ട് പാട്ടൊക്കെ സിബി പാടിയല്ലോ അല്ലേ? സിബിയുടെ മെയിൻ ഫാൻ തൻസി ഉള്ളപ്പോൾ നമ്മളൊന്നും വേണ്ടല്ലോ എന്ന് പറയുന്നുണ്ടോ? അച്ചോടാ, അങ്ങനെ പറയുന്നോ പ്രവീണേ?
അങ്ങനെ പറയല്ലേ പ്രവി. കാരണം സിബി എല്ലാവരെയും മൈൻഡാക്കുന്ന ആളല്ലേ, എല്ലാവരുടെ കമന്റും വായിക്കും, എല്ലാവരോടും നല്ല ഒരേ രീതിയിൽ പെരുമാറുന്ന ആളല്ലേ സിബി. എല്ലാവരുടെ കമന്റും വായിക്കാറുണ്ട്. പ്രവി തമാശക്ക് പറഞ്ഞതായിരിക്കും അല്ലേ ഇങ്ങനെ. പ്രവി രാവിലെ അങ്ങനെ പറയില്ലേ എന്ന് പറയുന്നുണ്ട്. എല്ലാവരെയും ഒരേപോലെ കമന്റ് വായിച്ചിട്ട് എല്ലാവരുടെ പാട്ടും എന്താണെങ്കിലും ഒരേപോലെ പറയുന്ന ആളല്ലേ. പ്രവി തമാശക്ക് പറഞ്ഞതായിരിക്കും പ്രവി, അല്ല സിബി. സിബി ഉച്ച കഴിഞ്ഞ് പറയട്ടേന്നോ പ്രവി. സിബി നമ്മുടെ ഈ യാസിൻ സത്താർ എന്ന് പറഞ്ഞ ചാനലിന് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമ്മുടെ മകന്റെ ചാനലാണ്. സിബി അവൻ്റെ പാട്ട്, അവൻ നന്നായി പാടുന്ന ആളാണ്. അവൻ്റെ പാട്ടുകളൊക്കെ ഒന്ന് കേൾക്കണേ. യാസിൻ സത്താർ എന്ന് പറഞ്ഞ പിൻ ചെയ്ത ചാനൽ, സിബി ആ ചാനൽ ഒന്ന് നോക്കണം കേട്ടോ. നമ്മുടെ മകൻ്റെ ചാനലാണ്, ഒന്ന് സപ്പോർട്ട് കൊടുക്കണേ. അവൻ പാടാറുണ്ട്, സത്താറിനെ പോലെ തന്നെ അവനും നന്നായി പാടും. പാട്ടുകളൊക്കെ ഒന്ന് കേൾക്കണം കേട്ടോ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അവന് വീഡിയോസ് ഒന്നും ഇടുന്നില്ല, കാരണം PSC പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എക്സാം നടന്നുകൊണ്ടിരിക്കുന്ന കാരണം ഇപ്പോൾ ചാനലിൽ അങ്ങനെ കയറുന്നില്ല. അപ്പോൾ ആൾ നന്നായി പാടും. അപ്പോൾ ഒന്ന് സപ്പോർട്ട് കൊടുക്കണേ, ഞാൻ നോക്കി വരാമെന്ന് പറയുന്നുണ്ട്. അനിയൻ ഒരിക്കലും കള്ളം പറയില്ല. കള്ളം പറയാൻ കുഞ്ഞേച്ചി അനിയനെ പഠിപ്പിച്ചില്ല. അനിയൻ അമ്പലത്തിൽ പോകുമ്പോൾ കുഞ്ഞേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് എന്ന് പറയുന്നുണ്ട്. പ്രവീൺ എന്ന് പറഞ്ഞ് ചിരിക്കുന്നുണ്ട് സിബി. ഞാൻ നോക്കി വരാമെന്ന് പറയുന്നുണ്ട് സിബി. ഗോകുൽ ഹായ് പറയുന്നു. ഗോകുലെ, ഈ കുഞ്ഞേച്ചി എന്ന് പറഞ്ഞത് ആരെയും ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. കുഞ്ഞേച്ചി എന്ന് പറഞ്ഞ ചാനലാണോ? ഞാൻ ഇനി എണ്ണാൻ പോകുന്നു എത്ര പ്രാവശ്യം ലൈവിൽ പേരെടുക്കുന്നു എന്ന്. അതെന്താ പ്രവി പറയണത് മനസ്സിലാവണില്ല. ലൈവിൽ പേരെടുക്കുന്നതോ എന്താന്ന് മനസ്സിലായില്ലല്ലോ. ചേച്ചി എല്ലാവരും എൻ്റെ ഫ്രണ്ട്സുകളാണ്, പക്ഷേ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കാണാൻ ഒരു ആഗ്രഹം, അത്രയേ ഉള്ളൂ. ഓക്കെ എന്ന് പറയുന്നുണ്ട്. ആണല്ലേ, ഓക്കെ. നമ്മുടെ ലൈവിൽ വരുന്നവരാണോ? പേര് പറയാമോ നൗഫലെ? നമ്മുടെ ലൈവിൽ വരുന്നവരാണോ നോക്കട്ടെ, പേര് പറയുമോ? ഫ്രണ്ട്സിന്റെ പേരൊന്ന് പറയാമോ? 1-2 ഫ്രണ്ട്സിന്റെ. ഇപ്പോൾ ഈ ലൈവ് ചെയ്യുന്ന അനിയന്റെ ചേച്ചിയാണ് അനിയൻ കുഞ്ഞേച്ചി എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഈ ലൈവ് ചെയ്യുന്ന അനിയന്റെ ചേച്ചിയാണ് അനിയൻ കുഞ്ഞേച്ചി എന്ന് വിളിക്കുന്നത്. എന്നെയാണോ? ഇപ്പോൾ ഈ ലൈവ് ചെയ്യുന്ന അനിയന്റെ ചേച്ചിയാണ്. ലൈവ് ചെയ്യുന്ന അനിയൻ ആരാ? അനിയനാണോ? കൺഫ്യൂഷൻ ആണല്ലോ ഗോകുലെ. എന്നെയാണോ ഉദ്ദേശിച്ചത്? മനസ്സിലായില്ല, ഒന്ന് പറയാമോ? എന്നെയാണോ? ഹായ് ഗോകുൽ എന്ന് പറയുന്നുണ്ട് രമ്യ. ചേച്ചിയെ തന്നെയാണ് അനിയൻ കുഞ്ഞേച്ചി. ഓ ആണോ? എന്നെയാണല്ലേ? താങ്ക് യു, താങ്ക്സ് കേട്ടോ. താങ്ക്സ് ഗോകുലെ, താങ്ക്സ്. ഓക്കെ, താങ്ക് യു സോ മച്ച് കേട്ടോ. എന്ത് ചെയ്യുന്നു ചേച്ചി പെണ്ണേന്ന് ചോദിക്കുന്നുണ്ട്. എടാ ജോലിയാണെടാ. ഇവിടെ കിച്ചണിൽ മോന് ബ്രേക്ക്ഫാസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുന്നു. പിന്നെ ഉച്ചക്കിലേക്കുള്ള ഫുഡിനുള്ളതൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മൊത്തേ. ലൈവ് ഇട്ടുകൊണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ലൈവ് നടക്കും, പണികൾ നടക്കും. പക്ഷെ അതിനിടയിൽ എന്തെങ്കിലുമൊക്കെ കരിയാൻ ഉണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ട് നന്നായി ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യാണ്. കിച്ചൺ അല്ലേ, കണ്ണ് തെറ്റിയ പണി തരുന്ന സംഭവമാണ്. അപ്പം അതുകൊണ്ട് മെല്ലെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുന്നു. കുറേ പാത്രങ്ങളൊക്കെ ഇങ്ങനെ കരിഞ്ഞിരിക്കുന്നുണ്ട്. ആ കരിഞ്ഞിരിക്കുന്ന പാത്രങ്ങളെ നോക്കി ഇങ്ങനെ ഞാൻ കരയാറുണ്ട് കേട്ടോ. എൻ്റെ ലൈവ് എന്നെ പറ്റിച്ചെന്ന് പറഞ്ഞിട്ട്. പ്രവീണ എന്താ ടെൻസി, നീ മനസ്സിലാക്കേണ്ട, ഞാൻ മനസ്സിലാക്കാം. അടുത്ത രാത്രി ലൈവ് കഴിയട്ടെ. പറയാം, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. എൻ്റെ ലൈവിൽ പറയുന്ന കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കണം എന്ന ആഗ്രഹമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഞാൻ ഇവിടെ അങ്ങ് ഇരിക്കുന്നു. എപ്പോൾ തുടങ്ങണോ എന്തോ എന്ന് പറയുന്നുണ്ട് രമ്യ. എപ്പോൾ തുടങ്ങണമെന്നോ ആലോചിച്ചുകൊണ്ടിരിക്കണ്ട, അങ്ങ് തുടങ്ങിക്കോ.
രമ്യയെ എനിക്കറിയാൻ തോന്നുന്നു. ആണോ? അപ്പൊ എന്നാ രമ്യ ഇവിടെ ഉണ്ട് കേട്ടോ. രമ്യ, നമ്മുടെ നൗഫലിനെ അറിയില്ലേ? എന്താ മിണ്ടാത്തെ? നീ എത്ര പ്രാവശ്യം പേര് വിളിക്കുന്നു എന്ന് എണ്ണി പറയുമെന്ന്. ആരുടെ പേരാണ്? മനസ്സിലായില്ല പ്രവീണെ. പ്രവീൺ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. ഞാൻ ആരുടെ പേര് വിളിക്കുന്നതാ? എൻ്റെ ലൈവിൽ വരുന്നവരെ പേര് ഞാൻ വിളിക്കണ്ടേ, അല്ലാതെ വിളിക്കാതിരിക്കാൻ പറ്റുമോ? ആരുടെ പേരാണെന്ന് എനിക്ക് മനസ്സിലായില്ല പ്രവീ. ഞാൻ എല്ലാവരുടെ പേരും വിളിക്കുന്നുണ്ട്. എൻ്റെ ലൈവിൽ വന്ന ഒരാളെ പോലും ഞാൻ പേര് വിളിക്കാതിരിക്കുന്നില്ല. എന്താണ് പ്രവീ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലാവണില്ല. അപ്പോൾ വാ, ഒരുമിച്ച് ചെയ്യാന്ന് പറയുന്നുണ്ട്. ആ വാ, എന്നാ നടക്കട്ടെ, വാ ഇങ്ങ് വാ. ഇത് ആരാ? യുദ്ധഭൂമിയിൽ പുതിയ ഒരു ബട്ടൺ ലൈക്ക് 36 പറയുന്നുണ്ട്. ആണോ? ഹബീബേ, ഹബീബ് ഹമീദ്. ഹബീബേ, ഈ ബട്ടൺ ഞാനാണ്. സിബി എന്നോ? സിബി എന്നു ഞാൻ വിളിച്ചെന്നോ? എന്താ പ്രവീണെ? സിബി എൻ്റെ ലൈവിൽ വന്നാൽ സിബി എന്നല്ലേ എനിക്ക് വിളിക്കാൻ പറ്റുള്ളൂ. എന്താ ചേച്ചി, എനിക്ക് അറിയില്ലല്ലോ, എന്നെ സബ് ആക്കിയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് രമ്യ. പ്രവീണിന്റെ കമന്റ് ഒന്നും അങ്ങനെ എന്തോ ചേച്ചി എനിക്ക് അറിയില്ലല്ലോ, എന്നെ സബ് ആക്കിയിട്ടുണ്ടോ? അപ്പൊ തരട്ടെ. ഹായ് പ്രവീൺ ചേട്ടാ, സുഖാണോ എന്ന് ചോദിക്കുന്നുണ്ട്. സാരമില്ല എന്ന് പറയുന്നുണ്ട്. ആ കുട്ടി ഹായ് പറഞ്ഞിട്ടുണ്ട്. ആണോ? ഓക്കെ എന്ന് പറയുന്നുണ്ട് രമ്യ. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ഒന്നല്ല. രമ്യ ഹായ് എന്ന് പറയുന്നുണ്ട്. പ്രവീൺ ഹലോ പറയുന്നുണ്ട് രമ്യ. യാസിൻ മുത്തേ മനോഹരായിട്ട് പാടുന്നു. റിയലി ബ്ലെസ്ഡ് സിംഗർ എന്ന് പറയുന്നുണ്ട്. നല്ല ശബ്ദം, നല്ല ഭാവം, അടിപൊളി മുത്തേ, സബ് ഡൺ എന്ന് പറയുന്നുണ്ട് സിബി. അവന് നമ്മുടെ സൂര്യ സിംഗർ ഇല്ലേ, ആ പ്രോഗ്രാമിലൊക്കെ പാടിയിട്ടുള്ള മോനാണ് കേട്ടോ. സൂര്യ സിംഗർ എന്ന് പറഞ്ഞ സീസൺ ഫസ്റ്റില് 2-3 സ്റ്റേജൊക്കെ ഉണ്ടായിരുന്നു. ലൈക്ക് തന്നു, സബ് തന്നു. ഇനി തൽക്കാലം വിട, സമയം കിട്ടുമ്പോൾ ഹാജർ വെക്കാം, ബൈ പറയുന്നുണ്ട് ഹബീബ്. പോവാണോ ഹബീബെ? ഓക്കെ. അപ്പോൾ ഇത്രയും സമയം നമ്മളോട് സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. രമ്യ ലൈവ് ഇടുന്ന കുട്ടിയാണോ എന്ന് ചോദിക്കുന്നുണ്ട് നൗഫൽ. അതെ, ലൈവ് ഇടുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് രമ്യ. യാസിമുത്തേ, നിനക്ക് നല്ല കമന്റ്സ് പറഞ്ഞിട്ടുണ്ട്. അതെ, ലൈവ് ഇടുന്നുണ്ട് രമ്യ, ലൈവ് ഇടുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി ലൈവാണ്, സൂപ്പറാണ്, നല്ല സ്മാർട്ട് ഗേളാണ്. 36 കൂയി തൻസി, സുഖമാണോ? ചായ കുടിച്ചോ? ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് ഫണ്ണ്. അതേ ഫണ്ണേ, ചായ കുടിച്ചുകൊണ്ടിരിക്കാൻ പോണു. കുടിച്ചിട്ടില്ല, കുടിക്കണം. ഫണ്ണ് കുടിച്ചോ? ഫൺ ടൺ കണക്കിന് ഫൺ കുടിച്ചോ? എൻ്റെ ലൈവിൽ വരുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. നല്ല പ്രൊഫഷണൽ ഉണ്ട്, ശബ്ദം നിയന്ത്രണം എന്ന് പറയുന്നുണ്ട്. ആണല്ലേ സിബി? ആ, നന്നായിട്ട് പാടും. പക്ഷെ അവന് ഇപ്പോൾ PSC പ്രിപ്പയർ ചെയ്തിരിക്കൊണ്ട് ഇപ്പോൾ ചാനലിലൊന്നും അങ്ങ് കയറാൻ പറ്റുന്നില്ല കേട്ടോ. അവൻ ഉപ്പാനെ പോലെ 3 ആളും നന്നായി പാടും കേട്ടോ. 3 മക്കളും നന്നായി പാടുന്ന കൂട്ടത്തിലാണ്. ഓക്കെ, ബൈ. ലൈവ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു എന്ന് പറയുന്നുണ്ട് ഫണ്ണേ. ലൈവ് ഇടാൻ പോകുന്നതാണ് അല്ലേ? വരാം കേട്ടോ. നല്ല അടിപൊളി ലൈവാണ്, എല്ലാവരും പോയി സപ്പോർട്ട് കൊടുക്കണം ഫണ്ണിന്. സൂപ്പർ ലൈവാണ് ഫണ്ണിൻ്റെ. ഞാൻ എണീറ്റ് പോയില്ല എന്ന് പറയുന്നുണ്ട് രമ്യ. എണീറ്റ് പോയില്ല, അവിടെ തന്നെ ഇരിക്കുകയാണോ? ഇരുന്നിരുന്ന് വേരിറങ്ങണ്ട, അവസാനം അങ്ങ് മുളയ്ക്കും. അവസാനം പറിച്ചെടുക്കേണ്ടി വരും കേട്ടോ. പോയി വരാൻ മുത്തേ, ബൈ ഓൾ. എല്ലാവർക്കും ശുഭദിനം പറയുന്നുണ്ട്. ഓക്കെ സിബി, ഞാൻ ലൈവിൽ വരാം കേട്ടോ. ഞാനിപ്പോൾ ലൈവ് നിർത്താറായി. സമയം 2 മണിക്കൂർ, 1 മണിക്കൂർ വിചാരിച്ചത് ലൈവ് 2 മണിക്കൂറായി. അപ്പോൾ എന്തായാലും പോയി വരൂ. ഓക്കെ, നമുക്കിനി അടുത്ത ലൈവിൽ കാണാം. നൈറ്റ് ലൈവിൽ വരാം കേട്ടോ.
അപ്പോൾ നമ്മുടെ ലൈവ് ഒന്നും കൊള്ളൂല അല്ലേ ടെൻസി? എൻ്റെ പൊന്നോ, ഫണ്ണിന്റെ ലൈവിനെ കുറിച്ചല്ലേ ഞാനിപ്പോൾ പറഞ്ഞത്. അടിപൊളി ലൈവാണ്, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞത്. എന്നിട്ട് നമ്മുടെ ലൈവ് കൊള്ളില്ലാന്നോ? ഇങ്ങനെ പറയല്ലേ ഫണ്ണിനെ കുറിച്ചാണ് ഞാനിപ്പോൾ സംസാരിച്ചത്. ഫണ്ണിന്റെ ലൈവ് സൂപ്പറാണ്, ഫൺ ലൈവാണ് എന്നൊക്കെ പറഞ്ഞത്. ചേച്ചി എന്ത് ചെയ്യുന്നു, ജോലിയുണ്ടോ, പേരെന്താന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഞാനൊരു ബ്യൂട്ടീഷ്യനാണ്. ഇപ്പം ഞാനിതാ കിച്ചണിൽ ഇങ്ങനെ ദോശയും ഇഡലൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. രമ്യച്ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം എന്നാലേ നമുക്ക് ലൈവ് നിർത്താം. കാരണം 2 മണിക്കൂറായി. മോനിവിടെ ചായക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. ഇനി അടുത്ത ജോലികളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് എല്ലാവർക്കും നിർത്തിയാലോ? അപ്പോൾ ഓക്കെ, ബൈ ബൈ, സി യു നെക്സ്റ്റ് ലൈവ് കേട്ടോ. എല്ലാവർക്കും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. ഇത്ര നേരം എന്നെ സഹിച്ച എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് 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 താങ്ക്സ് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു കേട്ടോ. ആണോ, പോകട്ടെ മുത്തേ. കുറേ നേരം നിൽക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ജോലി നടക്കൂല. അവസാനം കിട്ടിയവൻ്റെ അടുത്ത് പുറത്തിടും. ഓക്കെ, ബൈ ബൈ, സി യു. ഫൺ, ടാറ്റ ഫൺ. വരാം കേട്ടോ, ലൈവിലേക്ക് വരാമേ. താങ്ക് യു.